ധ്യാനത്തിന് ആധാരമായി സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങളിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ ശ്രദ്ധയെ ഈ രാത്രിയിൽ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ വായിക്കാമല്ലോ. എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക. ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. എല്ലാ പ്രിയപ്പെട്ടവരും ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ നാവിൽ നിന്നും ഒരുപോലെ പ്രാർത്ഥനയുടെ ശബ്ദം ഇന്ന് രാത്രി ഉയരട്ടെ. ഈ യോഗം ഇവിടെ അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിത്യതയ്ക്കായി ഒരുപറ്റം ആളുകൾ ഒരുങ്ങണം എന്ന് ആത്മാർത്ഥമായി നെഞ്ചോടടുത്ത ഭാരത്തോടെ കൊതിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് എൻ്റെ പിൻപിലിരിക്കുന്ന ദൈവദാസന്മാർ ഉൾപ്പെടെ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ നസറേയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നുവെന്ന് അരുളി ചെയ്തവൻ്റെ നാമത്തിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെയ്പ്പിച്ച് അവയെ കാൽവറിയിൽ പരാജയപ്പെടുത്തിയവൻ്റെ നാമത്തിൽ സിംഹത്തിന്മേലും അണലിമേലും ചവിട്ടി ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും മെതിച്ചു കളയുന്നവൻ്റെ നാമത്തിൽ തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും സ്വർഗം കീറി ഇറങ്ങി വരുവാൻ കഴിവുള്ളവൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി അസാധാരണമായ ദൈവപ്രവർത്തിക്കായി ഈ രാത്രി യോഗത്തെ ഞങ്ങൾ പ്രാർത്ഥിച്ചു വേർതിരിക്കുന്നു. ഈ വചനത്തെ അവിടുത്തെ മുറിവേറ്റ കരങ്ങളിലെടുത്ത് ഞങ്ങൾക്കിന്ന് രാത്രിയിൽ മുറിച്ചു വിളമ്പിത്തരണമേ. ഞങ്ങൾ പകർച്ചകളോടെ ഭവനങ്ങളിലേക്ക് മടങ്ങട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ കരമുയർത്തി കർത്താവിന് മഹത്വമർപ്പിക്കാം. ഇന്ന് രാത്രി ഞാനിവിടെ സംസാരിക്കുന്നത് എന്താണെന്ന് നിങ്ങളുടെ മനസ്സിൽ നന്നായി പതിയണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ജനക്കൂട്ടത്തിൻ്റെ മനഃശാസ്ത്രം മനസ്സിലാക്കിക്കൊണ്ട് കുറച്ച് ചിരിമരുന്നുകൾ ഉപയോഗിച്ച് സദസ്സിനെ കുടകുട ചിരിപ്പിക്കുവാൻ നടത്തുന്ന കലാപരിപാടിയല്ല സുവിശേഷ പ്രസംഗം. ഇന്ന് രാത്രി ഒരു കലാപരിപാടി ആസ്വദിച്ച് മടങ്ങാനല്ല നമ്മൾ കൊതിക്കേണ്ടത്. കർത്തൃസന്നിധിയിൽ നിത്യതയെ നോക്കി കരഞ്ഞൊരുങ്ങി എഴുന്നേൽക്കുന്ന രാത്രിയാകാൻ എത്ര ദൈവമക്കൾ ശബ്ദമുയർത്തി കർത്താവിനോട് പ്രാർത്ഥിക്കും. നമ്മുടെ ജീവിതത്തെ ആപാതചൂടം വിലയിരുത്തിക്കൊണ്ട് ജ്ഞാനിയിൽ ജ്ഞാനിയായ സമർത്ഥരെന്ന് പേരെടുത്ത അനുഗ്രഹീത ആ ഭാഗങ്ങളിൽ ഉള്ള സമത്വമറ്റ സോളമൻ നമുക്കില്ലേ, പടുക്കളെന്നു പേരെടുത്ത പൂർവിക പ്രമാണികൾ കൊടുക്കവെന്തു സംഭവിച്ചു കേട്ടുകേഴ്വിയില്ലയോ, പഠിച്ച വിദ്യയൊന്നുമേ ഫലപ്പെടാതെ ദേഹിയെ പിരിഞ്ഞു പഞ്ചഭൂതമായി അഴുകിമാറി ജഡംക്രമാൽ. ഒരിക്കലീ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം, വിസമ്മതങ്ങൾ ഒന്നുമേ ഫലപ്പെടാ. തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണിതാകയാൽ കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം. ദൈവത്തിന് സ്തോത്രം. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നു പോയി കാലചക്രത്തിരിവിൽ. അങ്ങനെയെങ്കിൽ ആ സമത്വമറ്റ സോളമൻ മനുഷ്യ ജീവിതത്തെ വിലയിരുത്തിക്കൊണ്ട് പറയുകയാണ്, എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. കാരണം അവൻ നല്ലതും തീയതുമായ സകല പ്രവൃത്തികളെയും അതിൻ്റെ സകല രഹസ്യങ്ങളുമായി ന്യായ വിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. സ്തോത്രം. പ്രിയരെ, ഞാനും നിങ്ങളും നൂറ്റാണ്ടുകൾ നിൽക്കുന്ന കരിവേലകങ്ങളല്ല, നിമിഷം കൊണ്ട് വാടി വീഴുന്ന പുൽത്തണ്ടിലെ പുഷ്പക്കൊടികൾ മാത്രമാണ്.
ആരോഗ്യത്തോടെ ഇന്ന് രാത്രി ഇവിടെ വന്ന് സ്തോത്രം ചെയ്യാൻ നമ്മുടെ നാവിന് ബലം നൽകിയത് എൻ്റെ കുടുംബ കഴിവ് കൊണ്ടല്ല, എൻ്റെ ശരീരത്തിൻ്റെ ജീനിൻ്റെ പ്രത്യേകതയല്ല, എൻ്റെ ദൈവം എനിക്ക് ആയുസ് അനുവദിച്ചത് കൊണ്ടാണെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ദൈവമക്കൾ മറ്റൊന്നിനും സ്തോത്രം ചെയ്തില്ലെങ്കിലും ഈ ആരോഗ്യത്തോടെ ഇന്ന് രാത്രി യോഗത്തിന് വരാൻ കരുത്തു പകർന്ന ദൈവത്തിൻ്റെ കരുതലിന് ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദം ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തണം. അതിശക്തമായ പ്രബോധനത്തിലൂടെ മനുഷ്യജീവിതത്തിൻ്റെ ക്ഷണികതയെ വളരെ മനോഹരമായി ശലോമോൻ വരച്ചു കാട്ടുകയാണ്. ക്ഷണികമായ മനുഷ്യജീവിതം കേട്ടോ, വളരെ ചെറിയ ഈ കൊച്ചു ജീവിതം. സ്തോത്രം. ഒരിക്കൽ ഒരു സയൻസ് മ്യൂസിയം കാണുവാൻ കടന്നു ചെന്ന ഒരു സ്നേഹിതൻ എൻട്രൻസിൽ ഇരിക്കുന്ന ഒരു അസ്ഥികൂടത്തെ കണ്ട് അകത്തോട്ട് കയറുകയാണ്. ആ അസ്ഥികൂടത്തിൻ്റെ മുൻപിൽ നിന്ന് അല്പ മിനിറ്റുകൾ തലയിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കി, എന്ന് പറഞ്ഞാൽ ആ കള്ളിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കി. എന്നിട്ട് താൻ അവിടെ നിന്ന് ഈ അസ്ഥികൂടത്തോട്ട് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു. ആ ചോദ്യങ്ങളിൽ ഇതായിരുന്നു: എവിടാ ജീവിച്ചേ? എത്ര വയസ്സുവരെ ജീവിച്ചിരുന്നു? ഏത് തറവാട്ടിലാ പിറന്നേ? കളർ ഏതായിരുന്നു? എത്രാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്? സ്തോത്രം. ആണായിരുന്നോ പെണ്ണായിരുന്നോ? സ്തോത്രം. ചോദിച്ചു അദ്ദേഹം സ്വയം ഒരു കാവ്യം എഴുതി. തിലകം ചാർത്തി ചീകിയും അഴകായി പലനാൾ പോറ്റിയ പുണ്യ ശിരസേ. തലയോടിലേക്ക് നോക്കിക്കൊണ്ട് പാടുകയാണ്. തിലകം ചാർത്തി ചീകിയും അഴകായി പലനാൾ പോറ്റിയ പുണ്യ ശിരസേ, ഉലകം വെല്ലാൻ ഉഴറിയ നീയേ, വിലപിടിയാതൊരു തലയോടായോ. ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എത്ര നാളുണ്ട് ഈ ഭൂമിയിലെ നമ്മുടെ ആയുസ്? ഇത് ക്ഷണികമാണ്. ക്ഷണികം, ക്ഷണികം. ക്ഷണം ചിത്തം, ക്ഷണം വിത്തം, അതെ, ക്ഷണം ജീവനുമാനിയ. യമസ്യാ കരുണ നാസ്തി ധർമ്മസ്യാ ത്വരിതാഗതി എന്ന സംസ്കൃത ശ്ലോകം പോലെ ക്ഷണം ചിത്തം, മനസ്സ് ചാഞ്ചല്യമുള്ളത്. ക്ഷണം വിത്തം, പണം പറന്നു പോകുന്നത്. കാലന് കരുണ എന്നൊന്നില്ല. മരണം എത്രയും വേഗം എത്തിച്ചേരും. എത്രയും വേഗം ധർമ്മം ജീവിതത്തിൽ പാലിച്ചു മോക്ഷം പ്രാപിക്കാൻ ഒരുങ്ങുക. ഇന്ന് രാത്രി നിത്യതയ്ക്കായി വിളിക്കപ്പെട്ട ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, മണ്ണിനേക്കാൾ നിത്യത വലുതായി കാണുക. ഇനി രാത്രി പറയട്ടെ, മനുഷ്യ ശരീരത്തിൻ്റെ ബലഹീനതയെ വളരെ ഭാവനാത്മകമായി ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ കൃത്യതയേക്കാൾ കൃത്യതയോടെ താൻ വരച്ച് രൂപപ്പെടുത്തുകയാണ് അവിടെ. ആ പ്രയോഗങ്ങൾ നിങ്ങൾ ഒന്ന് വിലയിരുത്തി കേൾക്കണം. വിശദീകരിക്കുന്നില്ല. അന്ന് വീട്ടു കാവൽക്കാർ വിറയ്ക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ശരീര ബലഹീനത തുടങ്ങുന്നത്. വീട്ടു കാവൽക്കാർ വിറയ്ക്കും എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിൻ്റെ രണ്ട് കാവൽക്കാരുണ്ട്, രണ്ട് കൈകളാണ്. ആ കൈകളിൽ ചെറുതായി വിറയൽ തുടങ്ങും. സ്തോത്രം. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, ഒരു ന്യൂറോളജിസ്റ്റിൻ്റെ മുൻപിലോട്ട് കയറി ചെന്നാൽ ന്യൂറോളജിസ്റ്റ് നിങ്ങളുടെ കൈ പരിശോധിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ആ കൈ നേരെ ബലത്തിന് ഒന്ന് പിടിക്കാൻ പറയും. ശ്രദ്ധിച്ചൊന്ന് നോക്കും. വിറയൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നാഡീവ്യൂഹത്തിന് തകരാറ് സംഭവിച്ചിട്ടുണ്ടെന്ന് അവർ വിലയിരുത്തും. പറഞ്ഞു വന്നതിൻ്റെ സാരം, സ്തോത്രം, തുടക്കമായി കഴിഞ്ഞു കൈയുടെ ചെറിയൊരു വിറയൽ. സ്തോത്രം. അന്ന് വീട്ടു കാവൽക്കാർ കൈകൾ വിറയ്ക്കാൻ തുടങ്ങും. ബലവാന്മാർ കുനിയും. നട്ടെല്ലിൻ്റെ ഘടനയിൽ പോസ്റ്റർ മാറും. ഒറ്റ വാക്ക് പറയട്ടെ, കുതിച്ചു പാഞ്ഞ വഴിയിലൂടെ കിതച്ച് നടക്കേണ്ട സമയമെത്തും കേട്ടോ. സ്റ്റെപ്പ് 1 നിന്ന് 3 ചാടി കയറിയതല്ലേ. ഇന്ന് പിടിച്ചുകൊണ്ട് കുനിഞ്ഞു നടക്കുമ്പോൾ ഓർക്കുക, പോസ്റ്റർ മാറുന്നു. സ്തോത്രം. കയറ്റത്തെ ഭയപ്പെടുന്നു. പക്ഷികളുടെ ശബ്ദത്തിങ്കൽ ഉണർന്നു പോകുന്നു. ഗാഠനിദ്ര അവസാനിക്കുന്നു. കിണറ്റിങ്കലെ കുടം തകരുന്നു. ഹൃദയ പ്രവർത്തനങ്ങളുടെ പേശി ബലം കുറയുന്നു. സ്തോത്രം. ശരീരം ബലഹീനതയിൽ നിന്ന് ബലഹീനതയിലേക്ക് വെള്ളിച്ചരടറ്റുപോകുന്നു. ആത്മാവിനെ ശരീരവുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന സുഷിമ്ന നാഡിയുടെ പ്രവർത്തനം അവസാനിക്കുന്നു.
പൊടി പണ്ടായിരുന്നത് പോലെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുന്നു. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകുന്നു. നിത്യത കാണാൻ കണ്ണ് തുറന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി പറയണം, മായ മായ, സകലതും മായ. പക്ഷേ ഒരു കാര്യം മറക്കരുത്, ദൈവം സകലത്തെയും ന്യായാസനത്തിങ്കിലേക്ക് വരുത്തുന്ന ഒരു വിധി ദിനം കാത്തു നിൽക്കുന്നു. മോശ പർവ്വതത്തിൽ തീയുടെ മുൻപിൽ കാലിൽ നിന്ന് ചെരിപ്പൂരി മാറ്റിയിട്ട് ദൈവശബ്ദത്തിന് കാതോർത്തതുപോലെ ഇന്ന് രാത്രിയിൽ ഈ ദൂതിന്റെ സമാപന മിനിറ്റുകളിൽ പരിശുദ്ധാത്മാവ് ചങ്കിന് നേരെ ചാട്ടുളി പോലെ പറയുന്നു, മറക്കരുത്, ഒരു ന്യായവിധി ദിനം കൺമുൻപിൽ എത്തിച്ചേരും. സ്തോത്രം. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന സമയം ആ ന്യായവിധി ദൈവം നല്ലതും തീയതുമായ സകല പ്രവർത്തികളെയും അതിലെ സകല രഹസ്യങ്ങളുമായി ന്യായാസനത്തിലേക്ക് വരുത്തുമല്ലോ. എൻ്റെ കൈകൾ ന്യായവിധി ദിവസത്തിൽ ബലത്തോടെ നിൽക്കണം എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ മാത്രം ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ദൈവത്തിന് സ്തോത്രം. ശബ്ദം ഉയരട്ടെ. പ്രാർത്ഥന ഇന്ന് രാത്രി ഉയരണം. എൻ്റെ പിൻപിലിരിക്കുന്ന ദൈവദാസന്മാർ ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. ഇത് മിച്ചപ്പണം ചെലവഴിക്കാൻ വെച്ച യോഗമല്ല, ഇത് പണത്തിൻ്റെ തള്ളിക്കയറ്റത്തിൽ ക്രമീകരിച്ച യോഗമല്ല. ഒരുപറ്റം ആളുകളുടെ പ്രാർത്ഥന ഇതിന് പുറകിലുണ്ട്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നല്ലതും തീയതുമായി ന്യായാസനത്തിലേക്ക് വരുത്തുന്ന ഒടുവിലത്തെ ദിവസങ്ങൾ എത്തിച്ചേരുന്നതിന് മുൻപ് നിങ്ങൾ നിത്യതയ്ക്കായി ഒരുങ്ങി വേണം ഈ ഗ്രൗണ്ട് വിട്ടെഴുന്നേൽക്കാൻ. രാപ്പകൽ ഭേദമന്യേ ദൈവത്തെ ആരാധിച്ച ദൂതഗണങ്ങൾ പാപം ചെയ്തപ്പോൾ വെച്ചു പൊക്കോട്ടെന്ന് വെച്ച് അണ്ണടയ്ക്കാതെ ഇരുട്ടിൻ്റെ ദൂതന്മാരായി വെട്ടിയെറിഞ്ഞ ദൈവമാണ് നാം സേവിക്കുന്ന ദൈവമെങ്കിൽ, തൻ്റെ തൃക്കരങ്ങളാൽ മെനയപ്പെട്ട ആദം ഹൗവമാർ പാപം ചെയ്തപ്പോൾ ചെവിയെ പിടിച്ച് പുറത്തിറക്കി കവാടമടച്ച് അത് തിരിയുന്ന വാളിൻ്റെ ജ്വാലയുമായി കെരൂബുകളെ കാവൽ നിർത്തിയ ദൈവമാണ് ഇന്ന് രാത്രി നാം സ്തോത്രം പറഞ്ഞ് ആരാധിക്കുന്ന ദൈവമെങ്കിൽ, സോദോം ഗൊമോറ നിവാസികൾ പാപം ചെയ്തപ്പോൾ അഗ്നിഗന്ധകങ്ങളെ കത്തിച്ചിറക്കി ഒരു പിടി തീച്ചാറിൽ ഒരു ജനതയെ മുക്കി തകർത്ത് ചരിത്ര വിസ്മൃതികൾ പേറുന്ന സോദോം ഗൊമോറ ഡട്സിയായി ലോക ചരിത്രത്തിൽ വെളിപ്പെടുത്തിയ ദൈവമാണ് നാം ആരാധിക്കുന്ന ദൈവമെങ്കിൽ, 10 ലക്ഷത്തോളം വരുന്ന ഒരു ജനത പാപം ചെയ്തപ്പോൾ മുച്ചൂട് മുടിച്ച് പ്രളയ ജലത്താൽ 8 പേരെ മാത്രം പെട്ടകത്തിലാക്കിക്കൊണ്ട് ഒരു തലമുറയെ തുടച്ചു മാറ്റിയ ദൈവത്തെയാണ് ഇന്ന് രാത്രി നാം ഇവിടെ ഇരുന്ന് സ്തോത്രം പറഞ്ഞ് ആരാധിക്കുന്നതെങ്കിൽ, ദൈവഹൃദയപ്രകാരമുള്ള ദാവീദ് പാപം ചെയ്തപ്പോൾ കണക്കിന് ശിക്ഷ കൊടുത്തുകൊണ്ട് തലമുറകളോട് പോലും കണക്ക് തീർത്ത ദൈവമാണ് ഇന്ന് രാത്രി നാം സ്തോത്രം പറഞ്ഞ് ആരാധിക്കുന്ന ദൈവമെങ്കിൽ, അനന്യ സഫീറമാർ പാപം ചെയ്തപ്പോൾ അവരെ ദൈവത്തിൻ്റെ വിധിയാൽ ശവമടക്ക് നടത്തിച്ചുകൊണ്ട് കരുണ കൂടാതെ വിധിച്ച ദൈവമാണ് നാം ആരാധിക്കുന്ന ദൈവമെങ്കിൽ, അവൻ മരിച്ചിട്ടില്ല, അവൻ അവധിയെടുത്തിട്ടില്ല, അവൻ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചിരിക്കയല്ല, അവൻ മൗനവ്രതത്തിലല്ല. ഈ കൺവെൻഷൻ ഇന്ന് രാത്രി ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനു മുകളിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ കരം ചരിത്രത്തിൽ ചലിക്കുന്നു. ഇത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ കണ്ണുകൾ ഉയർത്തി നോക്കണം. നാം സേവിക്കുന്ന ദൈവം ബധിരനല്ല, അവൻ അന്ധനല്ല, അവൻ ഭൂതകാലത്ത് ന്യായം വിധിച്ചവൻ, അവൻ വർത്തമാനകാലത്ത് ന്യായം വിധിക്കുന്നവൻ, അവൻ ഭാവി കാലത്ത് വിധിവേദി തയ്യാറാക്കി വച്ചിരിക്കുന്നു. ഗ്ലോറി, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആ വിധിയെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഗ്രഹിക്കേണ്ട ചില ഭാഗങ്ങൾ മനസ്സിലാക്കുക. ഇന്നലകളിൽ ദൈവം ചരിത്രത്തിൽ ന്യായം വിധിച്ച ദൈവമാണ്. ഇന്നുകളിൽ ദൈവം ന്യായം വിധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമാണ്. നാളുകളിൽ ദൈവം ന്യായം വിധിക്കുന്ന ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിന്ന് രാത്രിയിൽ അസാധാരണമായ ഒരു ഭയം വ്യാപരിക്കണം. അതെന്തെന്നറിയാമോ? നല്ലതും തീയതുമായ സകല പ്രവൃത്തികളും അതിൻ്റെ സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുന്ന ഒരു ദിവസം വരാൻ തുടങ്ങുകയാണ്. ഈ ന്യായവിധിയുടെ, പ്രത്യേകിച്ച് കേൾക്കുക, ഈ ന്യായവിധിയുടെ സമയം എപ്പോഴാണ്? ഈ ന്യായവിധിയുടെ സ്ഥലം എവിടെയാണ്? ഈ ന്യായവിധിയുടെ ജഡ്ജി ആരാണ്? ഈ ന്യായവിധിയുടെ സിംഹാസനത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഈ ന്യായവിധിയുടെ സാക്ഷി
സാക്ഷികൾ ആരൊക്കെയാണ്? ഈ ന്യായവിധിയുടെ തൊണ്ടി സാധനങ്ങൾ എന്തൊക്കെയാണ്? ഈ ന്യായവിധിയുടെ ജഡ്ജിമെന്റിന്റെ പ്രത്യേകത എന്താണ്? ഈ ന്യായവിധിയുടെ പരിണിത ഫലം എന്താണ്? മിനിറ്റുകൾ കൊണ്ട് അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ട, പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ലതും തീയതുമായി സകല പ്രവൃത്തികളെയും അതിനെ ന്യായാസനത്തിലേക്ക് വരുത്തുന്ന ന്യായവിധി ദിനം. അതുകൊണ്ട് തികച്ചും ഗൗരവമായി ദൈവമക്കൾ ശ്രദ്ധിക്കണം. നമ്മുടെ ദൈവം ന്യായം വിധിക്കുന്ന ദൈവമാണ്. ഭക്തരായ ദൈവമക്കൾ ഗൗരവത്തോടെ കേൾക്കണം. വിശുദ്ധന്മാർ ചെയ്യുന്ന തെറ്റ് യഥാവിധി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ ദൈവം ക്ഷമിക്കുമെങ്കിലും, ശ്രദ്ധിച്ച് കേൾക്കുക, വിശുദ്ധന്മാർ ചെയ്യുന്ന തെറ്റ് യഥാവിധി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ ദൈവം ക്ഷമിക്കുമെങ്കിലും തങ്ങളുടെ ജഡത്തിൽ മരണത്തിന് മുൻപ് അനുഭവിച്ച് തീർക്കാൻ ശിക്ഷയുടെ ചില വടികൾ എൻ്റെ ദൈവം അറിഞ്ഞുകൊണ്ട് അനുവദിക്കും. ഒരിക്കൽ കൂടെ ഞാൻ ആ പദങ്ങൾ ആവർത്തിക്കാം. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ വെറുതെ മടങ്ങരുത്. ഇത് ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. വിശുദ്ധന്മാർ ചെയ്യുന്ന തെറ്റ് യഥാവിധി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ ദൈവം ക്ഷമിക്കും എങ്കിലും തങ്ങളുടെ ജഡത്തിൽ അനുഭവിച്ചു തീർക്കാൻ മരണത്തിന് മുൻപ് ചില ശിക്ഷയുടെ വടികൾ ദൈവം അറിഞ്ഞുകൊണ്ട് അനുവദിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ പാതി മയക്കത്തോടെയല്ല, ബോധപൂർവം കർത്താവേ കരുണയ്ക്കായി കൃപാസനത്തിങ്കലേക്ക് ഞാൻ അടുത്തു വരുന്നു എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു രാത്രി തീരട്ടെ. ആരോഗ്യത്തോടെ ഇവിടെ കൊണ്ടുവന്ന ദൈവത്തിൻ്റെ കരുതലിന് ശബ്ദം ഉയർത്തി മഹത്വമർപ്പിക്കുമ്പോൾ തന്നെ അനുതപിക്കാൻ തക്കവണ്ണം ആത്മാക്കളെ വിളിക്കുന്ന രാത്രി കൂടെയാണ് ഈ രാത്രി. പ്രിയപ്പെട്ടവരെ, ഒന്നും ഓർത്തില്ലെങ്കിലും കൈകാലുകൾക്ക് ബലം നൽകി, ശബ്ദത്തിന് സ്ഫുടത നൽകി, മുഖത്തിന് ആരോഗ്യം നൽകി, കൈകൾ അടിക്കാൻ കൈകൾക്ക് ശക്തി പകർന്ന് ഇവിടെ കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ കരുതലാണ് എന്ന് മാത്രം തിരിച്ചറിഞ്ഞാൽ മതി ഒന്ന് ആരാധന ശബ്ദം ഉയർത്താൻ. നിങ്ങൾക്കറിയാമോ, 335 ഗ്രാം തൂക്കം, മുഷ്ടിയുടെ വലിപ്പം, ഹാർട്ട് എന്ന ഒരു കൊച്ചു പമ്പേ ഇടനെഞ്ചിലിരുന്ന് ഇടവിടാതെ ഇടിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇവിടെ നിന്ന് സ്വോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഒരു മിനിറ്റിൽ 72 തവണ ഒന്ന് സങ്കോചിച്ച് വികസിക്കുന്നു. അങ്ങനെ 72 തവണ. അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റിൽ 72 തവണ ഇങ്ങനെ ഇടിക്കുമ്പോഴേ ഒന്ന് ചുരുങ്ങി മറ്റൊന്ന് വികസിച്ച് കഴിയുമ്പോഴേക്കും തലച്ചോറ് മുതൽ കാൽപാദം വരെയുള്ള 40,000 മൈൽ ചുറ്റളവിൽ ഓടത്തക്ക വിധത്തിലുള്ള ദൈർഘ്യത്തിലുള്ള നേർവുകളിലൂടെ നിരന്തരം പമ്പിങ് നടക്കുന്ന പമ്പിങ് സംവിധാനം ഇവിടെ നടക്കുക. ഞാൻ ചോദിക്കട്ടെ, ഈ പമ്പ് എത്ര നാളായി ഇടനെഞ്ചിലിരുന്ന് പണി നടത്താൻ തുടങ്ങിയിട്ട്? ദൈവത്തിന് സ്തോത്രം. ഒരു ഇടിപ്പിൽ 2.5 ഔൺസ് രക്തം രക്തധമനികളിലേക്ക് തള്ളിക്കയറുകയാണ്. 25,000 കോടി നാഡീകോശങ്ങളും 15,000 ഇന്നർ ക്രോസ് കണക്ഷനുമുള്ള തലച്ചോറെന്ന 1.5 കിലോ ഭാരം വരുന്ന തലച്ചോറ് മുതൽ ഇങ്ങനെ ഓട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഒരു വേള സങ്കോചിച്ച് വികസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇരിപ്പിൽ നീ പിണമായി പിടഞ്ഞവസാനിക്കും. പിന്നങ്ങ് മോർച്ചറിയിലേക്ക്, പിന്നെ സെമിറ്ററിയിലേക്ക്. കൃപയാൽ കഴിഞ്ഞ പകലിൽ നിന്റെ മനസ്സും ശരീരവും ബലഹീനമാകാൻ അനുവദിക്കാതെ നിന്റെ ഹൃദയപ്രവർത്തനത്തെ നിയന്ത്രിച്ച് നിന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, നിന്റെ കാലിനെ ഇടർച്ചയിൽ നിന്ന്, നിന്റെ ജീവനെ മരണത്തിൽ നിന്ന് സൂക്ഷിച്ച് ആയുസ്സിൽ ഒരു രാത്രി കൂടെ ഈ വചനം കേൾക്കാൻ കൊണ്ടുവന്നത് എൻ്റെ കരുത്തുകൊണ്ടല്ല, എൻ്റെ ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ മറ്റൊന്നിനും സ്തോത്രം ചെയ്തില്ലെങ്കിലും ദൈവം നൽകുന്ന ശരീരത്തിൻ്റെ ആരോഗ്യത്തെ ഓർത്ത് ശബ്ദം ഉയർത്തി ദൈവത്തിന് മഹത്വമർപ്പിക്കണം. നിങ്ങൾക്കറിയാമോ, 800 കോടി മനുഷ്യൻ ഇതിൽ ഞാൻ പ്രസംഗം തുടങ്ങിയതിന് ശേഷം എത്ര പേര് ഇവിടുന്ന് പോയെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം, ഇല്ലേ? 800 കോടി മനുഷ്യൻ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ റിപ്പോർട്ട് അനുസരിച്ച് പൊതുവായി പറഞ്ഞാൽ ഒറ്റ സെക്കൻഡിൽ 2 പേർ ഈ ചംക്രമണം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഒറ്റ സെക്കൻഡിൽ 2 പേർ. ഒറ്റ മിനിറ്റിൽ 115 പേർ ഈ ഓട്ടം ഇവിടെ തീർക്കുന്നു. സ്തോത്രം. ഒറ്റ മണിക്കൂറിൽ ഏതാണ്ട് 6,700-ലധികം ആളുകൾ ഈ മണ്ണിൽ ഈ ഓട്ടം തീർക്കുന്നു. ഒറ്റ ദിവസം 16,800-ലധികം പേർ ഈ ലോകത്തോട് വിട പറയുന്നു. ഞാനിവിടെ പ്രസംഗിക്കാൻ എഴുന്നേറ്റതിന് ശേഷം
ആയിരക്കണക്കിന് ആളുകൾ ഈ മണ്ണിനോട് വിട പറഞ്ഞപ്പോൾ നീയും ഞാനും ഇതുപോലൊരു ദിവസത്തെ അഭിമുഖീകരിക്കുമെന്ന് ഗ്രഹിച്ചുകൊണ്ട് ഇന്ന് രാത്രി ന്യായാസനത്തിന് മുൻപിൽ കണക്ക് തീർക്കാൻ നിൽക്കുമ്പോൾ എൻ്റെ കൈകൾ ബലപ്പെട്ടിരിക്കണമെന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുന്ന ദൈവമക്കൾ ഈ രാത്രിയിൽ കരഞ്ഞെഴുന്നേൽക്കുന്ന രാത്രിയാകട്ടെ. ദൈവം നല്ലതും തീയതുമായി അവന്റെ സകല പ്രവൃത്തികളെയും അതിന്റെ സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. ഞാൻ പറയട്ടെ, സഹോദരന്റെ വസ്ത്രം ധരിച്ച് കബളിപ്പിച്ചുകൊണ്ട് അപ്പന്റെ അനുഗ്രഹം ഒരുത്തൻ ഏറ്റുവാങ്ങി. സ്തോത്രം. അന്നേരം തൽക്കാലം രക്ഷപ്പെട്ടെങ്കിലും സ്തോത്രം 25 വർഷം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ രാത്രിയിൽ സ്തോത്രം സ്നേഹിച്ച പെണ്ണല്ല മുറിക്കകത്തെത്തിയതെന്ന് പിറ്റേ ദിവസം പ്രഭാത സൂര്യൻ ഉണർന്നപ്പോൾ യാക്കോബിന് മനസ്സിലായി. സ്തോത്രം. ഇതേ അപ്പൻ്റെ മക്കൾ വനത്തിൽ നിന്ന് കയറി വന്നപ്പോൾ ഒരു പൊതിക്കെട്ടും കൊണ്ടാ വന്നിരിക്കുന്നത്. പപ്പ, ഇത് നിങ്ങളുടെ മൂത്തിളയ പൈതലിൻ്റെ വാർദ്ധക്യത്തിലെ വാത്സല്യ പുത്രൻ്റെതാണോ എന്ന് നോക്ക്. തുറന്ന് പിടിച്ചുകൊണ്ട് ഈ അപ്പൻ ഇടനെഞ്ചു പൊട്ടി അങ്ങ് കരഞ്ഞു. മോനെ ജോസേഫേ എന്ന് പറഞ്ഞുകൊണ്ടാണ് കരയുന്നത്. സ്തോത്രം. നിങ്ങൾ ഇന്ന് രാത്രി ഓർക്കണം, കണ്ണ് കാണാത്ത അപ്പനെ ഒരിക്കൽ കബളിപ്പിച്ച് ഏറ്റുവാങ്ങിയ അനുഗ്രഹക്കാരൻ കണ്ണ് കാണുമ്പോൾ തന്നെ കുടുംബജീവിതം മുതൽ തലമുറ വരെ കളിപ്പനുഭവിച്ചത് വിതച്ചത് കൊയ്യാതെ പോകില്ല. ഈ രാത്രി തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി പറയണം, വിതച്ചത് കൊയ്യാതെ പോകില്ല. കണ്ണടയും മുൻപ് നിന്റെ കണ്ണ് കാണുമ്പോൾ തന്നെ തിരിച്ചടി കൊയ്യും. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ശബ്ദം ഉയരട്ടെ ദൈവസന്നിധിയിൽ. ഇന്ന് രാത്രി ഇരുന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെന്ന് ആത്മാവിൽ കണ്ടേ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കളെ, സ്വന്തം അപ്പനെതിരെ മകൻ കലാപം സംഘടിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. സ്വന്തം അപ്പനെതിരെ മകൻ കലാപം സംഘടിപ്പിച്ചു. ജീവിതത്തിൽ സംഭവിച്ച തിരിച്ചടിയിൽ സ്തോത്രം എന്തൊക്കെയാണ് സംഭവിച്ചതെന്നറിയാമോ? കർത്താവിന് സ്തോത്രം. എൻ്റെ അപ്പൻ്റെ കണ്ണിന് നിന്ദ്യനാകാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് അബ്ശാലോം സഹോദരങ്ങളോടും ചേർന്ന് നിൽക്കുന്നവരോട് ചോദിച്ചപ്പോൾ അപ്പൻ്റെ ഭാര്യമാരോടുകൂടെ വഴിയോര വെൺമാടങ്ങളിൽ ദുർമാർഗം ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തു. ഓ, മ്ലേച്ഛത എൻ്റെ പ്രായത്തിനും നമ്മുടെ മാന്യതയ്ക്കും പറയാൻ കൊള്ളാത്തത് യെരൂശലേമിൻ്റെ നഗരവീഥിയിൽ നടന്നു. പക്ഷേ ചരിത്രത്തിന്മേൽ ദൈവം ഇടപെട്ടു. ഇന്ന് രാത്രി ദൂത് കേൾക്കുമ്പോൾ ദൈവമക്കൾ ശ്രദ്ധിക്കുക. അവൻ യാത്ര ചെയ്യുന്ന കോവർ കഴുതയെ ദൈവം ആരാച്ചാരാക്കി മാറ്റി. അവൻ്റെ തലയിൽ പാറിപ്പറക്കുന്ന തലമുടിയെ ദൈവം കഴുകുമരത്തിൽ തൂങ്ങുന്ന കയറാക്കി മാറ്റി. അവൻ്റെ മുൻപിൽ ഉയർന്നിൽക്കുന്ന കരിവേലകത്തെ ദൈവം സാക്ഷാൽ കരിവേലകമാക്കി മാറ്റി. ഈ രാത്രി ഓർക്കുക, വിതച്ചത് കൊയ്തതിന് ശേഷമാണ് ഈ മണ്ണ് വിട്ടതെങ്കിൽ ഈ രാത്രി സ്തോത്രത്തോടെ പറയണം, ജീവിക്കുന്ന ദൈവമുണ്ട്. വിതച്ചത് കൊയ്യത്തക്ക വിധം ചരിത്രത്തിൻ്റെ പുറകിൽ എൻ്റെ ദൈവത്തിൻ്റെ കരം ചലിക്കുന്നു. ഗ്ലോറി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാമോ, കൊട്ടാരത്തിലൊരു കർത്തൃദാസൻ പാട്ടുപാടാൻ കയറി ചെന്നതാണ്. പക്ഷേ കയ്യിലിരിക്കുന്ന കുന്തം തപ്പിയെടുത്ത് ദാവീദിന്റെ ചങ്കിന് നേരെ ചാട്ടുളി കുത്തിയിറക്കാൻ വലിച്ചെറിയുന്ന ശൗൽ. പക്ഷേ നീ വലിച്ചെറിഞ്ഞ ആ കുന്തത്തിന്മേൽ എൻ്റെ ദൈവത്തിൻ്റെ എക്സ്പയറി ഡേറ്റ് തീരും മുൻപ് അത് നിന്റെ പള്ളയെ തുളയ്ക്കാൻ ഗിൽബോവ പർവ്വതത്തിൽ ഒരു ദിവസം കരുതി വച്ചിട്ടുണ്ട്. ഇല്ല ശൗലേ, നിന്റെ കണ്ണടയുന്നതിന് മുൻപ് നീ വലിച്ചെറിഞ്ഞ കുന്തം നിനക്ക് നേരെ തിരിച്ചു പായും. ഇതിന്ന് രാത്രി തിരിച്ചറിയുന്ന ദൈവമക്കൾ സ്തോത്രത്തോടെ പറയണം, വലിച്ചെറിഞ്ഞ കുന്തം തിരിച്ചു പായാതിരിക്കില്ല. നിശ്ചയമായി ദൈവം വർത്തമാനകാലത്ത് കണക്ക് ചോദിക്കും. ഞാൻ ചോദിക്കട്ടെ, സീസറെ ഇസ്രായേൽ ജനത്തെ കൊല്ലാൻ തയ്യാറാക്കിയത് 900 ഇരുമ്പ് രഥങ്ങളാണ്. ഓർക്കുക, ഇരുമ്പ് രഥമാണ്, തടിരഥമല്ല, ഇരുമ്പ് രഥം. എന്നാൽ ഓടിച്ചെന്നൊരു കൂടാരത്തിൽ കയറി വെള്ളം ചോദിച്ചപ്പോൾ പാൽ വാങ്ങി കുടിച്ചതിന് ശേഷം ഗാഠനിദ്രയിലാണ്ടപ്പോൾ ആ കൂടാരത്തിൻ്റെ ഇരുമ്പ് കുറ്റി അവൻ്റെ ചെന്നി തുളച്ച് കയറാൻ കാരണം നീ ഒരുക്കിയത് ഇരുമ്പ് രഥമാണ്. ഓടിപ്പോയി
പോയി മറഞ്ഞാലും നിന്റെ ചെന്നിക്ക് ഇരുമ്പ് കുറ്റി കയറത്തക്ക വിധം ഒരു തിരിച്ചടിയുടെ പ്രക്രിയ നടക്കുന്നു. പരിശുദ്ധാത്മാവിന്ന് രാത്രി നിയോഗത്തോടെ പറയുന്നു, കല്ലുരുട്ടുന്നവന്റെ മേൽ അത് തിരിഞ്ഞുരുളും, കുഴി കുഴിക്കുന്നവൻ കുഴിയിൽ അകപ്പെടും. പ്രാർത്ഥിക്കുന്ന ദൈവമൈതലേ, നിനക്ക് വേണ്ടി ന്യായം വിധിക്കുന്ന ദൈവത്തിന്റെ കരം ചരിത്രത്തിൽ ചലിക്കുന്നുണ്ട്. അത് മരിച്ചിട്ടില്ല. നിശ്ചയമായും തന്ത്രമൊരുക്കുന്നവന്റെ ചെവിയിൽ തന്ത്രത്തിന്റെ ആണി കയറി. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി വായടച്ചിരിക്കാൻ കഴിയുകയില്ല. ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാൻ കഴിയും. സ്വർഗം ഇന്ന് രാത്രി ഇതിനും ഇത് തുറന്നു നിൽക്കുകയാണ്. ദൂതന്മാർ ഇന്ന് രാത്രി കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്ന രാത്രിയാണ്. കർത്താവിൻ്റെ കരം ചില വ്യക്തികളെ തൊടുന്ന രാത്രിയാണ്. നിങ്ങളുടെ കവിൾ തടങ്ങൾ നനഞ്ഞൊഴുകുന്ന രാത്രിയായി രാത്രി തീരണം. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, വിതച്ചത് കൊയ്യത്തക്ക വിധം എൻ്റെ ദൈവം ചരിത്രത്തിൽ ഇന്നലെ ഇടപെട്ടെങ്കിൽ ആ ദൈവം ചരിത്രത്തിൻ്റെ പുറകിൽ നിയന്ത്രിക്കുന്നു എന്ന് ആത്മാവിൽ ബോധ്യമുള്ള ദൈവമക്കൾ പറയണം. നീ ഇത് ചെയ്തു, ഞാൻ മിണ്ടാതെ ഇരുന്നു, ഞാൻ നിന്നെ പോലെ ഉള്ളവൻ എന്ന് നീ നിരൂപിച്ചു, ഞാൻ നിന്നെ ശാസിച്ച് ഇത് നിന്റെ കണ്ണിൻ്റെ മുൻപിൽ നിരത്തി വയ്ക്കും. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ, അല്ല ഞാൻ നിന്നെ കീറിക്കളയും. വിടുവിപ്പാൻ ആരും ഉണ്ടായിരിക്കയില്ല. നീതിമാൻ പ്രതിക്രിയ കണ്ട് ആനന്ദിക്കും, അവൻ തൻ്റെ കാൽ ശത്രുക്കളുടെ രക്തത്തിൽ മുക്കും. ആകയാൽ നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം. ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് നിശ്ചയമെന്ന് മനുഷ്യർ പറയും. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരും അവരുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നാം പിതാവേ എന്ന് വിളിക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കുക. ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം ഭക്തിയുള്ളവരായി ഭയത്തോടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ഈ രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയട്ടെ, എൻ്റെ ദൈവത്തിന്റെ കരം ചരിത്രത്തിന്റെ പുറകിൽ ചലിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ഒരു ഭരണാധികാരി ഒരുവന്റെ 70 മക്കളെ ഒരു കല്ലിന്റെ മുകളിൽ വെച്ച് കൊന്നു. കല്ലിന്റെ മുകളിൽ വെച്ച് കൊല്ലാൻ ഉപയോഗിച്ച മാധ്യമം കല്ലാണ്. ആ കല്ലിന്റെ മുകളിൽ വാളുകൊണ്ട് വെട്ടിക്കൊല്ലുകയായിരുന്നു യെരുബാൽ. ദൈവത്തിന് സ്തോത്രം. അബിമേലെക്കാണത് ചെയ്തത്. യെരുബാലിന്റെ 70 മക്കളോടാണ് ചെയ്തത്. ഒരുത്തൻ മാത്രം ഒഴിഞ്ഞു പോയി. ചരിത്രം എൻ്റെ സുഹൃത്തുക്കൾക്കറിയാം. ഒറ്റ ഒരുത്തൻ ഒഴിഞ്ഞു. സ്തോത്രം. വർഷങ്ങൾ മുൻപോട്ട് പോയി. ഇദ്ദേഹം ആ പിഞ്ചു കുഞ്ഞുങ്ങളെ, ആ നിരപരാധികളെ കൊല്ലാൻ എന്തോ മാധ്യമം ഉപയോഗിച്ചത്? കല്ലും വാളും. ഒരു യുദ്ധസമയം ഇദ്ദേഹം മതിൽക്കെട്ടിനോട് ചേർന്ന് നിന്ന് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു തിരികല്ല് എടുത്ത് പിള്ളയെടുത്ത് താഴേക്കിട്ടത് കറക്റ്റ് ഇദ്ദേഹത്തിന്റെ തലയോട് തകർത്തു. ചോരയിൽ കുളിച്ച് നിലത്ത് വീഴുമ്പോൾ ആ മനുഷ്യൻ ആയുധവാഹകനോട് പറഞ്ഞു, ഒരു സ്ത്രീ എന്നെ കൊന്നു എന്ന് വരാതിരിക്കേണ്ടതിന് നീ നിന്റെ വാൾ ഊരി എന്നെ കൊല്ലുക. ഈ രാത്രി നിങ്ങൾ ശ്രദ്ധിക്കണം. കഴുത്ത് വെട്ടേറ്റ പിടഞ്ഞു വീഴുമ്പോൾ മരണത്തിന് 2 ആയുധങ്ങൾ ഉപയോഗിക്കപ്പെട്ടു. ഒന്ന് കല്ലും മറ്റൊന്ന് വാളും. വർഷങ്ങൾക്ക് പുറകിൽ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലാൻ നീ ഉപയോഗിച്ചത് കല്ലും വാളുമാണ്. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു സാധു സ്ത്രീയുടെ കയ്യിലൂടെ തിരികല്ലിൻ പിള്ളയുടെ രൂപത്തിൽ ആ കല്ല് നിന്റെ തലയ്ക്ക് തിരിച്ചു വരാൻ കാരണം ജീവിക്കുന്ന ദൈവം ഉയരത്തിലുണ്ട്. അവൻ മരിച്ചിട്ടില്ല. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി പറയണം, ഞാൻ സേവിക്കുന്ന ദൈവം ചരിത്രത്തെ നിയന്ത്രിക്കുന്ന ദൈവമാണ്. ഓ, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ദൈവകൃപ, ദൈവകൃപ, ദൈവകൃപ. ഈ രാത്രി വ്യക്തികളോട് പരിശുദ്ധാത്മാവി ദൂതിന്ന് രാത്രി കൈമാറ്റം ചെയ്യുകയാണ്. ജീവിക്കുന്ന ദൈവത്തിന്റെ കരം ചരിത്രത്തിന്റെ പുറകിൽ ചലിക്കുന്നു. നിങ്ങൾക്കറിയാമോ, വാച്ചർ മൊർദെഖായി വാതുക്കലിൽ നിന്ന് എഴുന്നേൽക്കുന്നില്ല എന്ന ഏക കാരണത്താൽ ഹാമാന്റെ വൈര്യം തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. അവൻ പദ്ധതികൾ കൃത്യമായി ആസൂത്രണം ചെയ്തു. അവൻ്റെ വീടിൻ്റെ മുൻപിൽ 50 മുഴം ഉയരത്തിൽ ഒരു കഴുകുമരം. സാധാരണ 10 മുഴം ഉയരം മതി തൂക്കി കൊല്ലാൻ. പക്ഷെ ഇങ്ങേർക്ക് പണിയേണ്ടി വന്നപ്പോൾ 50 മുഴം ഉയരത്തിൽ പണിയണം. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കൊന്നത്തെങ്ങിൻ്റെ പൊക്കത്തിൽ ഈ കഴുകുമരം പണത് അതിൻ്റെ കയറിൻ്റെ കുരുക്കൊക്കെ ഒന്ന് പരിശോധിച്ചു പുള്ളിക്കാരൻ വീട്ടിലോട്ട് കൊട്ടാരത്തിലോട്ട് കയറി വന്നപ്പോൾ വാച്ചർ പിന്നെ എഴുന്നേൽക്കുന്നില്ല. മനസ്സുകൊണ്ട് പറഞ്ഞു, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, ഹാമാനെ,
അവന് കൊടുക്കാൻ നീയല്ല തീരുമാനിക്കുന്നത്. ഏത് കഴുത്ത് വേണം അവത്തെ കയറാനെന്ന് എൻ്റെ ദൈവം നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്ന ദൈവമൈതലേ, ആരൊക്കെ വെല്ലുവിളി ഉയർത്തിയാലും നിന്റെ കൈ പരമാർത്ഥതയുണ്ടെങ്കിൽ നിന്റെ കഴുത്തിലായിരിക്കില്ല കഴുകുമരം കയറുന്നത്, ആ കുന്തം തിരിച്ചു പായും. ഗ്ലോറി, ഹല്ലേലൂയ. അടുത്ത ദിവസം വീടിൻ്റെ മുൻപിലെ കഴുകുമരത്തിൽ ഹാമാന്റെ കഴുത്തു കുരുങ്ങിയാടാൻ കാരണം ജീവിക്കുന്ന ദൈവത്തിൻ്റെ കരം ചരിത്രത്തിൻ്റെ പുറകിൽ ഉയർന്നു നിൽക്കുന്നു എന്ന് ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദം ഉയർത്തി പറയണം. വർത്തമാനകാലത്ത് ന്യായം വിധിക്കുന്ന ദൈവത്തിൻ്റെ കരം ചരിത്രത്തിൻ്റെ പുറകിൽ ചലിക്കുന്നു. അവൻ മരിച്ചിട്ടില്ല. ഇതിൻ്റെ പുറകിൽ ഒരു പ്രപഞ്ച കോടതി ഉണ്ട്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയണം. ഇതിൻ്റെ പുറകിൽ ഒരു കോസ്മോസിക് കോർട്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗ്ലോറി, ഹല്ലേലൂയ. ഇനിയും എന്താണ് ഭാവിയിൽ സംഭവിക്കാൻ തുടങ്ങുന്നത്? ശ്രദ്ധിച്ചു കേൾക്കണം, വളരെ ഗൗരവമായി ശ്രദ്ധിക്കണം. സ്തോത്രം. പരിശുദ്ധാത്മാവിജ്ഞാനം രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. നരകം സത്യമാണോ? സ്വർഗം എന്നൊന്നുണ്ടോ? ഒരിക്കലൊരു സുഹൃത്ത് പറഞ്ഞു, പാസ്റ്ററെ പറഞ്ഞ് പേടിപ്പിക്കല്ലേ. ഇന്നത്തെ ചില ആളുകളുടെ ഭാഷയാണ് പറഞ്ഞ് പേടിപ്പിക്കല്ലേ. ചില ആളുകൾ ഇത് പറയുമ്പോൾ വേദപുസ്തക സത്യങ്ങൾ ഭയപ്പെടുത്തുന്നില്ലെന്ന് ചിന്തിക്കുന്നു. നിങ്ങൾക്കറിയാമോ, അടുത്ത ഇടയ്ക്ക് നടത്തിയ ഒരു ഗവേഷണ റിപ്പോർട്ട് ഞാൻ നിങ്ങളുടെ മുൻപിൽ പറയാം. 80-ലധികം ആളുകൾ ഇരിക്കുന്ന ഒരു സദസ്സിൽ ഒരു കർത്തൃദാസൻ ചോദിച്ചു, ദൈവത്തിൻ്റെ ശിക്ഷയുടെ മുൻപിൽ എൻ്റെ ജീവിതം പവിത്രമോ എന്ന് ന്യായവിധിയെക്കുറിച്ച് ചിന്തിച്ച് ഭയപ്പെട്ട് രക്ഷിക്കപ്പെട്ടവരുണ്ട്. ദൈവസന്നിധിയിൽ ഭയത്തോടെ ജീവിതത്തെ സമർപ്പിച്ചവരുണ്ട്. എന്നാൽ ദൈവസ്നേഹത്തിൻ്റെ ലാഞ്ചന കൊണ്ട് മാത്രം ലാളിപ്പിക്കപ്പെട്ട് രക്ഷിക്കപ്പെട്ടവരുണ്ടോ? ഇതൊന്നറിയണം. അവിടെ ചോദിച്ചു, ലാളനയുടെ വചനം കേട്ട് രക്ഷിക്കപ്പെട്ടവർ എത്ര പേരുണ്ട്? കരമുയർത്താൻ ആരുമില്ല. എന്നാൽ ദൈവഭയം നിമിത്തം ദൈവസന്നിധിയിൽ ജീവനെ സമർപ്പിച്ചവർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചപ്പോൾ രക്ഷിക്കപ്പെട്ടവരിൽ ബഹുഭൂരിപക്ഷവും സമർപ്പിക്കപ്പെട്ടത് നിത്യതയുടെ ദർശനം പ്രാപിച്ചാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി കളിയല്ലി പറയുന്നത്. ഒരു സുഹൃത്ത് പറഞ്ഞു, നരകത്തിൽ 1/2 ഏക്കർ ഞാൻ വാങ്ങിച്ചിട്ടിട്ടുണ്ട് ചെല്ലുമ്പോൾ താമസിക്കാനെന്ന്. ഇവൻ വിചാരിച്ചിരിക്കുന്നത് നരകമെന്ന് പറഞ്ഞാൽ വീഗാലാൻഡാണ്. സ്തോത്രം. കേട്ടോ, ചെവി തുറന്നീ രാത്രി കേൾക്കണം. ചെകളയിൽ കയറി ഇരയുടെ അകത്ത് മറഞ്ഞിരിക്കുന്ന ചൂണ്ട ഉടക്കുന്നത് വരെ മീന് മുൻപിൽ കടന്ന് പിടയ്ക്കുന്ന ഇരയൊരു സുഖമാ. പക്ഷേ 1 മിനിറ്റിൽ ഇത് ചെകളയിൽ കയറി ഒന്ന് ഉടക്കും. അപ്പോഴേ തനിനിറം തിരിയൂ. ഒരു ദിവസം ന്യായവിധി ദിനം വരുന്നു എന്നും അന്ന് എൻ്റെ കൈകൾ കർത്തൃസന്നിധിയിൽ ബലത്തോടെ നിന്നില്ലെങ്കിൽ ഞാൻ നരകത്തിൽ എരിയുമെന്നും ബോധ്യമുണ്ടെങ്കിൽ കർത്താവിൻ്റെ വരവും ഒപ്പം ന്യായവിധിയും മനസ്സിൽ ബോധ്യമുള്ള ദൈവമക്കൾ ഈ രാത്രി ഭയത്തോടെ ജീവിതത്തെ ക്രമീകരിക്കണം. കർത്താവ് വരും, എല്ലാവർക്കും അറിയാം. 325 ആണ്ട് AD 312 പിതാക്കന്മാർ നിഖ്യയിൽ ഒരുമിച്ച് കൂടിയപ്പോൾ ക്രൈസ്തവ സഭയുടെ അടിസ്ഥാന തത്വമായ നിഖ്യ വിശ്വാസ പ്രമാണം രൂപീകരിച്ച കാലത്തിന് മുമ്പ് മുതൽ വരവിനെക്കുറിച്ചുള്ള കൃത്യ വിശദീകരണം ബൈബിളിലുണ്ട്. സ്തോത്രം അല്ലേ? ദൈവത്തിൻ്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുൻപേ പിതാവിൽ നിന്ന് ജനിച്ചവനും. നിങ്ങൾക്ക് വിശ്വാസ പ്രമാണം അറിയാമല്ലോ, 2ാം ഭാഗമാണ് ഞാൻ പറയുന്നത്. ദൈവത്തിൻ്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുൻപേ പിതാവിൽ നിന്ന് ജനിച്ചവനും, പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും, ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവനും, സർവസൃഷ്ടിക്കും മുഖാന്തരമായവനും, മനുഷ്യരായ നമുക്ക് നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിറങ്ങി വിശുദ്ധ റൂഹായാൽ കന്യകമറിയാമിൽ ജഡം ധരിച്ച് മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസ് നാളുകളിൽ നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരികിത പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി. അടുത്ത പ്രയോഗം എത്ര പേർക്കറിയാം? ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തൻ്റെ മഹാപ്രഭാവത്തോടെ വരുവാനിരിക്കുന്ന യേശു കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ക്രൈസ്തവ ലോകം ഏറ്റുചൊല്ലുമ്പോൾ ഞങ്ങൾ അവനെ
പറയാൻ കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി കാത്തിരിക്കുന്നവരുടെ മുഖത്ത് കഥയറിയാമെങ്കിൽ ഈ രാത്രി എൻ്റെ കാത്തിരിപ്പ് വിഫലമല്ല, അത് സഫലമാണ് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ആദ്യം ചിന്തിക്കേണ്ടത് എൻ്റെ കൈകൾ ന്യായാസനത്തിന് മുൻപിൽ ബലത്തോടെ നിൽക്കുമോ എന്ന് ആത്മപരിശോധന ചെയ്യാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ക്ഷണിക്കുകയാണ്. ഇങ്ങനൊരു യാഥാർത്ഥ്യം നടക്കാൻ തുടങ്ങുന്നു. നമ്മുടെ കർത്താവ് മടങ്ങി വരും. അടുത്ത വർഷത്തെ ജനറൽ കൺവെൻഷൻ കൂടുന്നതിന് മുൻപ് എൻ്റെ കർത്താവ് വന്നിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് ശബ്ദമുയർത്തി പറയണം, ഞാൻ കാത്തിരിക്കുകയാണ്. മരിച്ചവരുടെ ന്യായവിധി ചരിത്രത്തിൽ യാഥാർത്ഥ്യമായി സംഭവിക്കും. മരണത്തോടുകൂടി സകലതും അവസാനിക്കുമോ? കല്ലറയ്ക്കപ്പുറത്ത് ശരീരരഹിതമായി ആത്മാക്കൾക്ക് അമർത്യതയുണ്ടോ? പുനരുത്ഥാനം സത്യമാണോ? ശരീരരഹിതമായി ആത്മാക്കൾക്ക് നിലനിൽപ്പുണ്ട് എന്ന് തെളിയിക്കാൻ കഴിവുള്ള വല്ല ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളും കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടോ? വിശുദ്ധ ബൈബിൾ പറയുകയാണ്, മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നത് കണ്ടു. ഒന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. നമ്മുടെയൊക്കെ ധാരണ അടുത്ത കാലത്തെങ്ങും ഇവിടെ നിന്നും പോവുകയില്ലെന്നുള്ളതാണ്. സ്തോത്രം അല്ലേ? ഇന്ന് രാത്രി ചോദിക്കട്ടെ, ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ആവർത്തിക്കുന്നു, എൻ്റെ ആയുസ്സിൽ എൻ്റെ മരണത്തിന് മുൻപ് എൻ്റെ കൈകൾ കറ തീർന്ന് വിശുദ്ധിയിൽ ഒരുങ്ങണമെന്ന് കൊതിക്കുന്ന ദൈവമക്കൾ മാത്രം ഒന്ന് കരമുയർത്തിപ്പിടിച്ചേ. കർത്താവിന് സ്തോത്രം. ഈ ദൂത് ഇന്ന് രാത്രി ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആത്മനിയോഗത്തോടെ പറയാം, കൂടപ്പുറപ്പേ, രാത്രി വെറുതെയല്ല ഈ യോഗത്തിനകത്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ തട്ടി ഉണർത്തിയിട്ട് ഗൗരവമേറിയൊരു ചോദ്യം നിനക്ക് നേരെ വരുത്തുകയാണ്. ന്യായവിധി ദിവസത്തിൽ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു. ഞാൻ പറയട്ടെ, സാധാരണ നിലകളിൽ മനുഷ്യനെ വിശദീകരിക്കാൻ കഴിയാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. സ്തോത്രം. വളരെയധികം ശ്രദ്ധേയനായ പല എഴുത്തുകാർ, ആ എഴുത്തുകാരിൽ ശ്രദ്ധേയനായ കേരളത്തിൻ്റെ ഒരു എഴുത്തുകാരൻ ഭാർഗവീ നിലയം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഭാർഗവീ നിലയം എന്താണെന്നറിയാമോ? ഈ ഭാർഗവീ നിലയം ബഷീർ എഴുതാനുള്ള കാരണം സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? എന്താ ഭാർഗവീ നിലയം എന്ന പുസ്തകത്തിൻ്റെ എഴുത്തിൻ്റെ പുറയിലെ കാരണം? ഇദ്ദേഹം വാടക വീട് കിട്ടാതെ തപ്പിത്തടഞ്ഞ് നടക്കുന്ന സമയത്ത് ഒരു വാടക വീട് വില കുറച്ച് കിട്ടുമെന്നറിഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് വാടക വീടെടുത്തു. ഒടുവിൽ മണ്ണെണ്ണ വിളക്കിൻ്റെ സഹായത്തിലിരുന്നാണ് ഇദ്ദേഹം എഴുതുന്നത്. അങ്ങനെ മണ്ണെണ്ണ വിളക്കിൻ്റെ സഹായത്തിൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്തുനിന്ന് കരിന്തിരി, അതാണ് പഴയ മണ്ണെണ്ണ വിളക്കിൽ കരിന്തിരി പൊങ്ങുന്നു. നോക്കിയപ്പോൾ മണ്ണെണ്ണ ഒട്ടുമില്ല. ഇദ്ദേഹം അതവിടെ വെച്ച് കഥ കടച്ചിച്ച് പുറത്ത് അപ്പുറത്തെ വീട്ടിൽ ചെന്ന് ചില മണ്ണെണ്ണ കടം വാങ്ങിച്ചു കൊണ്ടുവന്ന് ഈ വിളക്കിനകത്ത് ഒഴിച്ച് കത്തിക്കാൻ വേണ്ടി താൻ അങ്ങോട്ട് തിരി താത്ത് വെച്ചേച്ച് പോയി. അങ്ങോട്ട് പോയി മണ്ണെണ്ണ വാങ്ങിച്ചുകൊണ്ട് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ച, ഈ മുറിക്കകത്ത് നീല വെളിച്ചം ഏതാണ്ട് ഭിത്തിയിൽ നിന്ന് പൊങ്ങി ആ മേൽക്കൂര വരെ കത്തി നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു അസാധാരണ ഭയം ഇദ്ദേഹത്തെ ബാധിച്ചു പോയി. ഇദ്ദേഹം എന്താണ് ഈ പ്രതിഭാസമെന്നറിയാൻ അല്പം ആകാംക്ഷയോടെ ശ്രദ്ധിച്ചു. എന്തായാലും താൻ വീണ്ടും ചോദിച്ചു മറ്റുള്ളവരോട്, ഈ വീട്ടിൽ അസംഭവ്യമായി എന്തെങ്കിലും അയോഗ്യമായി നടന്നിട്ടുണ്ടോ? അപ്പോൾ വീട്ടുകാർ പറഞ്ഞൊരു കാര്യം, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ വീടിൻ്റെ മുൻപിലത്തെ കിണറ്റിൽ ഭാർഗവി എന്ന് പറഞ്ഞൊരു സ്ത്രീ ചാടി ആത്മഹത്യ ചെയ്തിരുന്നു. അതിനുശേഷം ഈ വീട്ടിൽ നിരന്തരം ഭൂതോപദ്രവമുണ്ട്. അതുകൊണ്ടാണ് ഇതാരും വാടകയ്ക്കെടുക്കാഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ കാരണത്താലായി വീട് വില കുറച്ച് കിട്ടിയത് എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അതിനെ കേന്ദ്രീകരിച്ച് ബഷീർ എഴുതിയതാണ് ഭാർഗവീ നിലയം. ഞാനിന്ന് രാത്രി പറയട്ടെ, സ്തോത്രം, അങ്ങനെ കവിഭാവനയിൽ ഉയർന്നതല്ല നിത്യതയുടെ ദർശനം. പോഷ്കു പറയാത്ത എൻ്റെ യേശുവിൻ്റെ പരിശുദ്ധ വാക്കുകളാണ്. ഇന്ന് രാത്രി ന്യായവിധി ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമെങ്കിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി പറയണം, ഇത് സങ്കല്പമല്ല, ഇത് കവിഭാവനയല്ല. ചില പ്രത്യേക ഭാവനകൾ കേട്ടാൽ ഞെട്ടും, തരിച്ചു പോകും. അങ്ങനെ ചില ഭാവനകൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞ രംഗം ഓർക്കുന്നു. അദ്ദേഹം ഒരു പ്രത്യേക യാത്രയ്ക്ക് വേണ്ടി പോയിട്ട് ഒരു റെന്റ് റൂം എടുത്തു, ഒരു ലോഡ്ജ് റൂം എടുത്തു. താൻ രാത്രിയിൽ 2ാം നിലയുടെ മുകളിൽ ആ ലോഡ്ജ് റൂമിൽ ഗാഠമായി ഉറങ്ങി. 2 മണിയായപ്പോൾ ഇദ്ദേഹം ഒരു കാഴ്ച കാണുകയാണ്. ആ കാഴ്ച എന്തെന്നറിയാമോ? ഞെട്ടിപ്പിക്കുന്ന കാഴ്ച. തൊട്ട് മുകളിലത്തെ ഫാനിൽ ഒരു ഡെഡ് ബോഡി ഇങ്ങനെ തൂങ്ങിക്കിടന്ന ഒരു യുവതിയുടെ ഡെഡ് ബോഡിയാണ് കറങ്ങുന്നു. ഇയാൾ ഞെട്ടിത്തരിച്ച് എഴുന്നേറ്റു.
എന്നിട്ട് കുറച്ചു നേരം ഇരുന്ന് വിയർത്ത് കുളിച്ച് വെളുപ്പാങ്കാലമായപ്പോൾ പാറാവുകാരനോട് ചെന്ന് ചോദിച്ചു, ഇത്ര നമ്പർ മുറിയിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ ആഴ്ചയാണ് ഒരു യൗവനക്കാരി സ്ത്രീ അതിൻ്റെ ഫാനയിൽ കെട്ടി ഞാൻ ആത്മഹത്യ ചെയ്തത്. ഡെഡ് ബോഡി ഇവിടുന്ന് ഇറക്കിക്കൊണ്ടുപോയി ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അടക്കിയതേ ഉള്ളൂ എന്ന്. ഞെട്ടിപ്പോയി. ഞാനിന്ന് രാത്രി പറഞ്ഞത്, ഇത് പൈശാചികമാകാം, ഇത് ഭാവനയാകാം, ഇത് കേട്ടുകഴിവിയാകാം. എന്നാൽ അങ്ങനല്ല ന്യായവിധിയെക്കുറിച്ച് ബൈബിൾ പറയുന്നത്. ആകാശവും ഭൂമിയും മാറിയാലും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം ഉറപ്പായി പറയുന്നു, മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുൻപിൽ കണക്ക് തീർക്കാൻ നിൽക്കുന്ന ഒരു ദിവസം വരുന്നു. ആ ബോധ്യമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ആയുസ് അസ്തമിച്ചാൽ നിത്യത സത്യമാണ് എന്ന ബോധ്യമുണ്ടെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ എനിക്ക് ലഭിച്ച നിത്യതയുടെ മഹത്വമോർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്തെന്ന് പറയാൻ അധരം ചലിക്കണം. ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ വിഷയത്തെക്കുറിച്ച് ആധുനിക ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കഴിയും. മോർഗൻ എന്ന് പറയുന്ന ശ്രദ്ധേയനായ ഒരു ഡോക്ടർ ഒരു ഹോസ്പിറ്റലിൽ നടത്തിയ പ്രത്യേക പഠനത്തിൽ അദ്ദേഹം മരിക്കുന്നതിന് തൊട്ട് മുൻപ് ക്ലിനിക്കൽ ഡെത്ത് സർട്ടിഫൈ ചെയ്യുന്നതിന് മുമ്പുള്ള ശരീരത്തിൻ്റെ ഭാരവും മരണം സ്ഥിരീകരിച്ചതിന് ശേഷമുള്ള ശരീരത്തിൻ്റെ ഭാരവും തമ്മിൽ താരതമ്യപ്പെടുത്തിയിട്ട് ഈ ശരീരത്തിൽ നിന്ന് അന്ത്യശ്വാസം വിട്ട് കഴിഞ്ഞാൽ ഉടൻ 21 ഗ്രാം തൂക്കം നഷ്ടമാകുന്നു എന്നും അത് കൂടിയ തൂക്കമുള്ളവരിൽ നിന്നും കുറഞ്ഞ തൂക്കമുള്ളവരിൽ നിന്നും കുട്ടികളായിരിക്കുന്നവരിൽ നിന്നും മരണം നടന്നാൽ എല്ലാവർക്കും ഈ തൂക്കം തുല്യമാണെന്നും അതിനേക്കാൾ ഞെട്ടിപ്പിക്കുന്നൊരു വാർത്ത ഞാൻ വായിച്ചത്, വാതക സംവിധാനങ്ങൾ ക്രമീകരിച്ച ഗ്യാസ് കാന്തിക യൂണിറ്റിനകത്ത് നടക്കുന്ന ബോഡിയിൽ നിന്നും ബാഹ്യ രൂപത്തിന് തുല്യമായി ഒരാളത്വം പുറത്തു പോകുന്നു എന്നും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വി ആർ കൃഷ്ണയ്യരെ അറിയുമോ? കേരളം കണ്ട ബുദ്ധിരാക്ഷസൻ. എന്നാൽ അദ്ദേഹം കുറിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ഭാര്യയുടെ മരണം വരെ ഞാനൊരു നിരീശ്വരവാദി, എൻ്റെ ഭാര്യയുടെ മരണാനന്തരം ഞാനൊരു ഈശ്വര വിശ്വാസി. കിട്ടിയിടത്തോളം തെളിവുകളുടെ വെളിച്ചത്തിൽ ഉറപ്പിച്ചു പറയുന്നു, മരണം മനുഷ്യ ജീവിതത്തിൻ്റെ അന്ത്യമല്ല, അത് മറ്റൊരു ലോകത്തിലേക്ക് പ്രവേശിക്കുന്ന വാതിലാണ്. ഇത് ബോധ്യമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ഉറപ്പായി പറയുന്നു, മരണാനന്തരം നിത്യത യാഥാർത്ഥ്യമാണ്. ഇത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി സ്തോത്രം പറയേണ്ടത് കിട്ടാനുള്ള പണത്തിന് വേണ്ടിയല്ല, കൊടുക്കാനുള്ള പണത്തിന് വേണ്ടിയല്ല, മുട്ടുവേദന മാറിയതോർത്തല്ല, എൻ്റെ നിത്യത എനിക്ക് കൈവിട്ടു പോകരുത് എന്ന ബോധ്യം അകത്ത് ഭരിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ തങ്ങളുടെ നിത്യതയെ കാണുന്ന രാത്രിയായി മാറണം. റെയ്മൻ മൂഡി എന്ന ഒരു നിരീശ്വരവാദി, ശ്രദ്ധിച്ച് കേൾക്കണേ, ഇന്ന് രാത്രി ഇത് നിങ്ങളുടെ മനസ്സിനകത്തോട്ടൊന്ന് കയറണം. റെയ്മൻ മൂഡി എന്ന ഒരു നിരീശ്വരവാദി, അദ്ദേഹം ഒരു ദൈവാസ്തിക്യ നിഷേധിയായിരുന്നു. എന്നാൽ അദ്ദേഹം ദൈവവിശ്വാസിയായി മാറാൻ ഉണ്ടായൊരു പശ്ചാത്തലമുണ്ടായി. അതിന് പ്രധാനപ്പെട്ട കാരണം ഇതാണ്. നിങ്ങൾ ഇന്ന് രാത്രി ഞാൻ ഈ ദൂത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയം ശക്തമായി തിളയ്ക്കുകയാണ്. കാരണം ഈ രാത്രി ഇതിനകത്തിരിക്കുന്ന വ്യക്തികൾ കൈവിടപ്പെട്ടു പോകാതിരിക്കാൻ സ്വർഗം അവരോട് ഇടപെടുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി എത്ര പേർ ഇവിടെ ഇരുന്ന് പ്രസംഗം കേട്ടിട്ട് അടുത്ത പ്രസംഗം കേൾക്കാൻ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. എന്നാൽ നിങ്ങൾ ഇന്ന് രാത്രി ഇവിടെ എഴുന്നേൽക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ജീവിതം ആത്മാവിൽ ഒരുക്കപ്പെടാൻ കൊതിച്ചുകൊണ്ടാണ് ഞാൻ ഈ ദൂത് ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത്. അദ്ദേഹം തൻ്റെ ക്ലിനിക്കിൽ ഒരു രോഗിയെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം രോഗിയെ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് പെട്ടെന്ന് ഇദ്ദേഹം മരിക്കുന്നു. ഈ ബോഡി ഫ്യൂണറൽ ഹോമിലേക്ക് കൊടുത്തുവിടുന്നതിന് ഒരുക്കം നടത്തുമ്പോൾ മൂക്കിൽ പഞ്ഞി കുത്തി തിരികെ ചെവിയിൽ പഞ്ഞി നിറച്ച് ഒരുക്കം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ബോഡിയുടെ കൺപോളകൾ പെട്ടെന്ന് ചലിച്ചു. പെട്ടെന്ന് നേഴ്സ് ഡോക്ടറെ വിളിച്ച് വരുത്തി പ്രഥമ ശുശ്രൂഷകൾ നൽകി. ആളിന് ജീവൻ തിരികെ വന്നു. ഇദ്ദേഹത്തോട് ചോദിച്ചു, താങ്കളുടെ അനുഭവം എന്താണ്? അങ്ങനെ ഉപകരണം വെച്ച് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശരീരത്തിനകത്തുനിന്ന് തൂവൽ പൊര ഭാരം കുറഞ്ഞൊരു രൂപത്തിൽ ഞാൻ പുറത്തിറങ്ങി. നിങ്ങൾ ശ്രദ്ധിക്കണം, സ്തോത്രം. ചിന്തയ്ക്ക് ചിറക് വെച്ച് മനുഷ്യന് അത് എൻ്റെ ബാഹ്യ രൂപത്തിന് തുല്യമായിരുന്നു. എൻ്റെ ബോഡിയിൽ അങ്ങ് എന്തൊക്കെയോ ചെയ്യുന്നത് ഞാൻ മാറി നിന്ന് കണ്ടു. ആ കരങ്ങളൊന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞേ. ദൈവത്തിന് സ്തോത്രം. സൂചിക്കുഴയിൽ നൂല് കയറ്റുമ്പോൾ തയ്യക്കാർക്കൊരു ഏകാഗ്രതയില്ലേ? ആ ഏകാഗ്രതയോടെ വേണം ഈ രാത്രി ദൂത് കേൾക്കാൻ. ശരീരത്തിനകത്തു നിന്ന് മരിച്ച് ഹൃദയസ്തംഭനത്താൽ മരിച്ച ആളിൻ്റെ ബാഹ്യ രൂപത്തിന് തുല്യമായ പ്രകൃതിയിൽ ഒരാളത്വം പുറത്തിറങ്ങിയെന്ന് ഇയാൾ സാക്ഷ്യപ്പെടുത്തുകയാണ്.
ഇനി നിങ്ങൾ കേൾക്കണമോ? ദൈവത്തിന് സ്തോത്രം. ഒരാൾ തൻ്റെ ബ്രദറുമായി ഒരുമിച്ച് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആക്സിഡൻറ്റിൽ ഇദ്ദേഹം ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആക്സിഡൻറ്റ് മരിച്ചു. ആ ഡെഡ് ബോഡി ഫ്യൂണറൽ ഹോമിലേക്ക് കൊടുത്ത് ഇവിടുന്ന് ഒരുക്കം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ബോഡിയിലേക്ക് ജീവൻ മടങ്ങി വന്നു എന്ന് പറഞ്ഞാൽ അവസാനം ഓക്സിജൻ സംവിധാനത്തിലൂടെ ഇയാൾ ജീവിച്ചു. ഇദ്ദേഹം പറയുകയാണ്, ഞാൻ വണ്ടിയെടുത്ത് എൻ്റെ ബ്രദറുമായി ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം എൻ്റെ കണ്ണിന് നേരെ ഒരു വെട്ടം വരുന്നത് കണ്ടു. ശ്രദ്ധിച്ച് കേൾക്കണം. എൻ്റെ കണ്ണിന് നേരെ ഒരു വെട്ടം വരുന്നത് കണ്ടു. ആ വെട്ടം എൻ്റെ കണ്ണിലോട്ട് അടിച്ചതും പെട്ടെന്ന് എൻ്റെ ശരീരത്തിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങി. ഞാൻ നോക്കുമ്പോൾ എൻ്റെ മൃതശരീരം എൻ്റെ മുൻപിലത്തെ ആ ഇരുന്ന സീറ്റിൽ നിന്നും ആളുകൾ വെട്ടിപ്പൊളിച്ചു വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഡോക്ടർ ചിന്തിച്ചു, മരണത്തോടു കൂടി തീർന്നില്ലല്ലേ, മാറി നിന്ന് രംഗം കാണുകയാണോ? നിങ്ങൾക്കറിയാമോ, ദൈവത്തിന് സ്തോത്രം, 3 സഹോദരങ്ങൾ ഒരുമിച്ച് ഒരു ജലാശയത്തിൽ നീന്തുകയാണ്. ഇതിൽ ഒരാൾ മുങ്ങി മരിച്ചു. ആളിൻ്റെ ഡെഡ് ബോഡി കരയ്ക്ക് കിടത്തിയിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇദ്ദേഹത്തിന് ജീവൻ തിരികെ വന്നു. ഇദ്ദേഹം പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, ഞാനും എൻ്റെ സഹോദരങ്ങളും കൂടെ ഇങ്ങനെ ഓളത്തിനിങ്ങനെ മുൻപോട്ട് നീന്തി തുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ കൈവിട്ടുപോയി. പെട്ടെന്ന് എൻ്റെ ശരീരത്തിനകത്ത് ഞാൻ പുറത്തു വന്നു. എൻ്റെ ശരീരം വെള്ളത്തിൽ മുങ്ങിത്താഴുന്നതും അവിടെ നിന്ന് പൊക്കിയെടുത്ത് കരയിൽ കിടത്തിയിട്ട് പിന്നീട് ശുശ്രൂഷകൾ ചെയ്യുന്നതും മാറി നിന്ന് ഞാൻ കണ്ടു. ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് വചനം കേൾക്കുന്ന ദൈവപൈതലേ, ഇത് ഗൗരവമുള്ള വിഷയമാണെന്ന് ഇന്ന് നിനക്ക് സ്തോത്രം പറയാൻ നാവ് ചലിക്കുന്നില്ലെങ്കിൽ ഈ രാത്രി രോഗശാന്തിയേക്കാൾ, ക്യാൻസർ മാറുന്നതിനേക്കാൾ, പല്ലുവേദന മാറുന്നതിനേക്കാൾ എൻ്റെ നിത്യതയാണ് എനിക്ക് വലുതെന്ന് ആഴത്തിൽ ചിന്തിക്കാൻ പരിശുദ്ധാത്മാവ് ചില വ്യക്തികളെ ആഴത്തിൽ തട്ടി ഉണർത്തുമെങ്കിൽ ദൈവാത്മാവ് രാത്രി പറയുന്നു, ധനവാന്റെ മരണം കഴിഞ്ഞിട്ടും അവൻ്റെ ശരീരം ഒരിക്കലും അവസാനിക്കാത്ത വേദനയ്ക്ക് വഴിമാറിയപ്പോൾ നിങ്ങൾ ഓർക്കുക, സ്തോത്രം, അവൻ്റെ കാഴ്ചശക്തി ശക്തമാകുകയും അവൻ്റെ ഓർമ്മയിൽ സഹോദരങ്ങളുടെ കാര്യം മെമ്മറൈസ് ചെയ്യുകയും അവൻ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി പിടയ്ക്കുകയും ചെയ്യുന്നത് സത്യമാണെങ്കിൽ എൻ്റെ കൂടപ്പറപ്പെ കളിയാണെന്ന് വിചാരിക്കുന്ന ഈ സുവിശേഷത്തിൻ്റെ ശക്തി ഈ പുൽപ്പിറ്റിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് കളിയല്ലെന്ന് മനസ്സിലാകുന്ന ഒരു ദിവസം തിരിച്ചു വരുന്നതിന് മുൻപ് ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, നീ നിത്യതയ്ക്കായി ഒരുങ്ങാൻ ദൈവാത്മാവ് നിന്നെ ക്ഷണിക്കുകയാണ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഈ രാത്രി ഇവിടെ നിന്ന് ആരാധിക്കുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി സ്തോത്രം ചെയ്യേണ്ടത് നിങ്ങൾക്ക് കിട്ടിയ ധനത്തിൻ്റെ പേരിലല്ല, നിങ്ങൾ പണിത മണിമന്ദിരത്തിൻ്റെ പേരിലല്ല, നിങ്ങളുടെ എത്ര കൊട്ടാര തുല്യമായ വീടിൻ്റെ മുൻപിലും ആടുന്ന ബെഞ്ചിൽ ഡെഡ് ബോഡി എത്തുന്നതിന് മുൻപ് നിത്യത സ്വന്തമാക്കാൻ എൻ്റെ ദൈവം ഭാഗ്യം നൽകിയിട്ടുണ്ടെങ്കിൽ എല്ലാറ്റിനെക്കാട്ടിലും വലുത് അതാണെന്ന് തിരിച്ചറിയുന്ന ദൈവവൈതരെ ഇരിക്കുന്ന ഇരിപ്പിൽ നൃത്തം ചെയ്തു ദൈവത്തെ ആരാധിക്കേണ്ടത് പട്ടും ധൂമ്രവർണ്ണവും ധരിച്ച് ആധുനിക വാഹനങ്ങളിൽ ഈ മണ്ണിൽ യാത്ര ചെയ്തതിന് ശേഷം ഒരു തുള്ളി വെള്ളത്തിനായി പിടയുന്ന ഒരു നരകാഗ്നിയാണ് എന്നെ കാത്തിരിക്കുന്നതെങ്കിൽ എന്നെ പോലെ അരിഷ്ടൻ മറ്റാരുമില്ലെന്നും, എന്നാൽ മാറി പുതയ്ക്കാൻ പുതപ്പില്ലെങ്കിലും വെച്ച കഞ്ഞിക്കൊഴിക്കാൻ ഉപ്പില്ലെങ്കിലും ഇന്ന് രാത്രി ഉറങ്ങുന്ന ഉറക്കറ എൻ്റെ നിത്യമറക്കമായി മാറിയാൽ, എൻ്റെ കണ്ണ് തുറന്നാൽ ഞാൻ എൻ്റെ രക്ഷകൻ്റെ അടുക്കലായിരിക്കുമെന്ന് അകത്ത് ബോധ്യമുള്ള ഒരു ദൈവപൈതൽ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ ശബ്ദം ഉയർത്തി സ്തോത്രം ചെയ്യേണ്ടത് നിന്റെ ശരീരത്തിൻ്റെ സൗന്ദര്യത്തിനായിട്ടല്ല, നിത്യതയുടെ ദർശനത്തിനായിട്ടാണ്. ഹബ്ദൽ ഘടകനാദികൾക്ക് ഇത് കേൾക്കാൻ അനുവദിക്കില്ല പിശാച്, ഇത് കേൾക്കാൻ നിന്നെ അനുവദിക്കുന്നില്ല സാത്താൻ. എന്നാൽ ഇന്ന് രാത്രിയെ പൈശാചിക ബന്ധനങ്ങളെ മുഴുവൻ തച്ചുടച്ചുകൊണ്ട് ക്രൂശിലെ രക്തത്തിൻ്റെ ശക്തി വീശിയടിക്കുന്ന ഒരു കാറ്റ് പോലെ, പെയ്തിറങ്ങുന്ന ഒരു മഴ പോലെ ഈ രാത്രി നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരികയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, മരിച്ചവർ ആ ബാലവൃത്തം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്ന ഒരു ദിവസം വരാൻ തുടങ്ങുന്നു. അതിന്ന് രാത്രി യാഥാർത്ഥ്യമായാൽ നിന്റെ നിത്യത നീ എവിടെ ചിലവഴിക്കുമെന്ന് ആഴത്തിൽ ചിന്തിക്കാൻ ദൈവാത്മാവ് നമ്മളെ ക്ഷണിക്കുകയാണ്. ഗ്ലോറി, ഹല്ലേലൂയ, സ്തോത്രം. ഇനിയും ഓർക്കുക, ഒരാൾ സിംഹാസനത്തിലിരിക്കുന്നു, അത് ജഡ്ജിയാണ്. ആരാണ് ആ ജഡ്ജി? ശ്രദ്ധിച്ചു കേൾക്കണം. ആരാണ് ആ ജഡ്ജി? പറയാം. സോക്രട്ടീസ് അല്ല, പ്ലേറ്റോ അല്ല, അരിസ്റ്റോട്ടിൽ അല്ല, മുഹമ്മദ് നബി അല്ല, ഇവിടുത്തെ ഒരാചാര്യന്മാരുമല്ല.
ആ നിൽക്കിരിക്കുന്ന ആരാണെന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ പറയാം. പിതാവ് ആരെയും ന്യായം വിധിക്കാതെ എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് ന്യായവിധിയെല്ലാം പുത്രന് നൽകിയിരിക്കുന്നുവെങ്കിൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോഴെല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്നു. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ ദൈവം ഒരു ദിവസത്തെ നിശ്ചയിച്ച് തൻ്റെ പുത്രനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ അതിനുള്ള ഉറപ്പ് ലോകത്തിന് കൊടുത്തിരിക്കുന്നെങ്കിൽ മാനവ കുലത്തിൽ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ തിരിശേഷിപ്പ് അവശേഷിപ്പിക്കാത്ത ഒരുത്തനുണ്ടെങ്കിൽ ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേയനായ യേശുവാണ്. അവനാണ് ജഡ്ജിയായി വന്നിരിക്കുന്നത്. കരമുയർത്തി സ്തോത്രം പറയാൻ കഴിയുമോ? ഞാൻ ഒരുപാട് കല്ലറകൾ കണ്ടിട്ടുണ്ട്. അതിൽ എന്നെ ആകർഷിച്ച ഏറ്റവും വലിയ കല്ലറക്കൂട്ടം വെസ്റ്റ്മിനിസ്റ്റർ ആബയാണ്. ഇംഗ്ലണ്ടിലെ വെസ്റ്റ്മിനിസ്റ്റർ ആബി. വേദപുസ്തകം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത കിങ് ജെയിംസിൻ്റെ കല്ലറ എവിടെയുണ്ട്. സ്തോത്രം. ആഫ്രിക്കയിൽ ഒരു കാലഘട്ടം അധ്വാനിച്ച് മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിച്ചുമ്പോൾ മരിച്ച് ശരീരം വെയിലത്തിട്ട് ഉണക്കി അവിടെ കൊണ്ടുവന്ന് അടക്കിയ ഡേവിഡ് ലിവിങ്സ്റ്റന്റെ കല്ലറ എവിടെയുണ്ട്. മക്കയിലെത്തിയാൽ മുഹമ്മദ് നബിയുടെ കല്ലറ, സലാലയിലെത്തിയാൽ ഇയ്യോബിൻ്റെ കല്ലറ, മക്കപ്പേല ഗുഹയിലെത്തിയാൽ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ലേയുടെയും കല്ലറ. എന്നാൽ ഞാനിന്ന് രാത്രി പറഞ്ഞു നിർത്തട്ടെ. മേൽപ്പറഞ്ഞ ശവകുടീരങ്ങളുടെ മേൽമൂടികൾ ഉടച്ചു മാറ്റിയാൽ അതിൽ നിന്ന് കോരിയെടുക്കുന്ന ശവധൂളികകൾക്കകത്ത് മരിച്ചവരുടെ തിരിശേഷിപ്പിൻ്റെ ജൈവരാസ ഘടകമെങ്കിലും ശാസ്ത്രത്തിന് വേർതിരിച്ചു കിട്ടും. എന്നാൽ തിരിശേഷിപ്പ് അവശേഷിപ്പിക്കാതെ അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞ് മനുഷ്യകുലത്തിൽ തുറന്നു കിടക്കുന്ന ഒരു കല്ലറയുണ്ടെങ്കിൽ അത് ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേയനായ യേശുവിൻ്റെ കല്ലറയാണ്. യേശു ഉയർത്തത് കൊണ്ട് വിശ്വസിക്കുന്ന ദൈവമക്കൾ വിളിച്ചു പറയുന്നു, അന്തിമ വിധിവേദിയുടെ ജഡ്ജി സോക്രട്ടീസ് അല്ല, പ്ലേറ്റോ അല്ല, ശ്രീബുദ്ധനല്ല, വെളിപ്പെടാൻ തുടങ്ങുന്ന നസറേയനായ യേശുവാണ്. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ശബ്ദം ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിയുമോ? രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഇന്ന് രാത്രി പ്രാർത്ഥനയുടെ ശബ്ദം ഉയരണം. മരിച്ചവർ ആബാലവൃത്തം സിംഹാസനത്തിന് മുൻപിൽ ഇരിക്കുന്നതും കണ്ടു, നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവർത്തികൾക്കെടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാൻ ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കേ. നമ്മൾ എന്ത് രാത്രി കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞെന്നറിയാമോ? ആ തീപ്പൊയ്ക ജീവപുസ്തകത്തിൽ പേരെഴുതിയതിനാൽ എന്നിൽ നിന്ന് മാറിപ്പോയി എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ രാത്രി കർത്താവിനെ ശബ്ദം ഉയർത്തി ആരാധിക്കുന്നത്. എൻ്റെ കൂടപ്പിറപ്പെ, മരണം പ്രതീക്ഷിക്കാത്ത സമയത്ത് നിന്റെ തൊട്ടടുക്കലുണ്ട് കേട്ടോ. ഞാനൊരിക്കൽ ആലപ്പുഴ മേഖലയിൽ ഒരിക്കലൊരു യോഗത്തിൽ പ്രസംഗിക്കുകയാണ്. പ്രസംഗത്തിന് തൊട്ട് മുൻപിൽ ദൈവത്തിന് സ്തോത്രം അന്നത്തെ ചെറിയ സംവിധാനത്തിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ചൂണ്ടിക്കൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, മോനെ, ഇത് കഴിഞ്ഞ് ബൈക്കിൽ വീട്ടിലേക്കുള്ള യാത്ര മരണത്തിലേക്കാണോ അല്ലെന്നാർക്കറിയാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഇതിനെക്കുറിച്ച് ചിന്തിക്കില്ല. ഒരിക്കൽ ഭക്തനായ ദൈവദാസൻ അതിപ്രഭാത സവാരിക്ക് ഒരു കയറ്റം കയറി നടന്നു നീങ്ങുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഒരു കുതിരവണ്ടിയിൽ സ്തോത്രം അതിവേഗം പാഞ്ഞു വരുന്നത് കണ്ടു. ഈ ദൈവദാസൻ പോകുന്നതിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്ന് കുതിരയെ നിർത്തിയിട്ട് ചോദിച്ചു, ഉപദേശിയാണോ? ആന്നു മോനെ. നരകത്തിലോട്ട് പോകുന്ന വഴി ഏതാന്ന് പറയാമോ? ചില ആളുകൾക്ക് സുവിശേഷ പ്രസംഗം കേൾക്കുമ്പം വല്ലതുമൊക്കെ ആവശ്യമില്ലാത്തത് തോന്നും. സ്തോത്രം ഇല്ലേ? ഇദ്ദേഹം പറഞ്ഞു, മോനെ, ഞാൻ സ്വർഗത്തിൽ പോകുന്ന വഴിയെ പറഞ്ഞു കൊടുക്കാറുള്ളൂ, നരകത്തിൽ പോകുന്ന വഴി പറഞ്ഞു കൊടുക്കാറില്ല. ഇല്ല, എനിക്ക് നരകത്തിൽ പോകുന്ന വഴി അറിഞ്ഞാൽ മതി. 2-3 വട്ടം ക്ഷുഭിതനായി പറയുന്ന ശൈലി വന്നപ്പോൾ ഈ ദൈവദാസൻ പറഞ്ഞു, അത്ര നിർബന്ധമാണെങ്കിൽ പോകുന്ന വഴി അങ്ങ് പോയാൽ മതി, എത്രയും വേഗം അങ്ങ് ചെല്ലും. ഈ ദൈവദാസൻ കയറ്റം കയറി ഇറക്കമിറങ്ങി ഒരു വശത്തൂടെ വരുമ്പോൾ ഒരു കുതിര ഒരു കൊക്കയിലേക്ക് മറിഞ്ഞു വീണിട്ട് അതിൻ്റെ അടിയിൽപ്പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യൻ ജീവന് വേണ്ടി പിടയുകയും അയാളുടെ മരണം ഉറപ്പാക്കപ്പെടുകയും ചെയ്യുന്ന രംഗം
നാട്ടുകാർ ഈ ബോഡി വലിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആ ബോഡി പിടഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ എത്തിയത്. സ്തോത്രം. ഓടി ഇറങ്ങി ശ്രദ്ധിച്ചു നോക്കിയപ്പം തൊട്ടു മുമ്പ് വഴി ചോദിച്ച അതേ നരകത്തിലോട്ട് വഴി ചോദിച്ചയാളാ. ആ ചെറുപ്പക്കാരനോട് ഈ ദൈവദാസൻ പറഞ്ഞ വാചകം, കുഞ്ഞേ, സ്വർഗത്തിലേക്കുള്ള വഴി പറഞ്ഞു തരാൻ ഞാൻ കൊതിച്ചു. നിനക്ക് നരകത്തിലേക്കുള്ള വഴി മതിയായിരുന്നു. പക്ഷെ ഇത്രയും പെട്ടെന്ന് നീ അവിടെ എത്തുമെന്ന് ഞാൻ ഓർത്തില്ല കേട്ടോ. ഇന്ന് രാത്രി ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആരും സെക്വറല്ല. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സഹോദരൻ ഒരു ശവസംസ്കാരത്തിൽ ഞാൻ പ്രസംഗിച്ചിറങ്ങുമ്പോൾ ഈ മൊബൈലിൽ ഒരു മെസ്സേജ് അയച്ചു. ശ്രദ്ധിച്ചു കേട്ടു. ചിന്തനീയമായിരിക്കുന്നു. ഇനിയും ഞാൻ അതിനെക്കുറിച്ച് പഠിക്കും. താങ്ക് യു. അടുത്ത ദിവസം രാവിലെ ഭാര്യയുമായി ഒരുമിച്ച് പാചകത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നെഞ്ചിനകത്തുയർന്ന ഒരു വേദന. അപ്പോൾ തന്നെ സ്റ്റൂളിലേക്കൊന്നിരുന്നു. ഒരു പറ്റം കാർഡിയാക് ഡോക്ടേഴ്സിന്റെ അടുക്കലേക്ക് സ്വയം വാഹനം ഓടിച്ചു ചെന്നു. അവരോട് വിഷയം വിശദീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അടുത്ത അറ്റാക്ക് നേരെ മോർച്ചറിയിലേക്ക്, തുടർന്ന് ശവസംസ്കാര ശുശ്രൂഷാനന്തരം സെമിറ്ററിയിലേക്ക്. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, എത്ര പേർക്ക് ഇവിടെ ഗ്യാരണ്ടി ഉണ്ട്? ഈ കഴിഞ്ഞ ദിവസം എൻ്റെ വീടിൻ്റെ അടുക്കൽ കൂടെ പ്രഭാത സവാരിക്ക് ഞാൻ യാത്ര ചെയ്യുമ്പോൾ തലേ ദിവസവും കണ്ട സണ്ണി എന്ന് പറഞ്ഞ ബ്രദർ, നാട്ടുകാർ ചിലർ ഓടുന്നത് കണ്ടിട്ട് ചോദിച്ചു, എങ്ങോട്ട് പോകുക? സണ്ണി മരിച്ചു. കേട്ടത് ഞെട്ടിത്തരിച്ചു പോയി. ചെറിയൊരു ശ്വാസം മുട്ടലായിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ പച്ചത്തുണി പുതച്ച് കിടത്തിയിരിക്കുന്നു സണ്ണിയുടെ ഡെഡ് ബോഡി. അയ്യോ, ഞാൻ ചിന്തിച്ചു, ആരോഗ്യതടകാത്തരനായി ഞാൻ കണ്ട സണ്ണി ബ്രദർ മിനിറ്റുകൾക്കുള്ളിൽ ഈ മണ്ണിനോട് വിട പറഞ്ഞല്ലോ. ഈ ദൂത് ഇന്ന് രാത്രിയിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, സ്തോത്രം, ഉറക്കത്തിൽ കിടക്കയിൽ വെച്ചാണോ, വഴിയാത്രയിൽ വെച്ചാണോ, കള്ളക്കേസിന് വല്ല കച്ചേരി തിണ്ണയിൽ വെച്ചാണോ, എപ്പോഴാണ് എൻ്റെ സോദര മൃത്യു വരുന്നത്? ഓർക്കായിൽ എത്ര കഷ്ടമേ. ഇന്ന് രാത്രി രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യേശുവേ എന്നൊന്ന് ശബ്ദം ഉയർത്തി പറയാൻ എത്ര പ്രിയപ്പെട്ടവരുടെ നാവുകൾ ചലിക്കും. ലജ്ജ കൂടാതെ, അഭിമാനം നോക്കാതെ, ഭൗതികതയുടെ മുഖം മൂടി പറിച്ചു മാറ്റിയിട്ട് ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എത്രത്തോളം ശബ്ദം ഉയർത്തി യേശുവേ എന്ന് ഉച്ചത്തിൽ വിളിക്കാമോ? അത് പടക ആകെ ഉഴഞ്ഞു തകരുമ്പോൾ, നാലാം യാമത്തിൽ തണ്ട് വലിച്ചു കുഴയുമ്പോൾ അവർ വിളിച്ചുയർത്തിയതുപോലെ ശബ്ദമുയർത്തി ഇന്ന് രാത്രിയെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്നെന്ന് രാത്രി ശബ്ദമുയർത്തിയെന്ന് പറഞ്ഞേ. വാ തുറക്കട്ടെ, വാ തുറക്കട്ടെ, വാ തുറക്കട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിലെ വ്യക്തികളെ വിരൽ ചൂണ്ടി പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ധനവാൻ ജീവിച്ചിരുന്നു, ലാസർ എന്ന ഒരു ദരിദ്രനും ജീവിച്ചിരുന്നു. പക്ഷേ രണ്ടുപേരും കയ്യകലത്തിൽ നിന്ന് മരണത്തിലേക്ക് നീങ്ങുമ്പോൾ ധനവാന്റെ ആത്മാവ് നിത്യ നരകത്തിൽ പീഡനത്തിനായി ദുരാത്മാക്കളുടെ സംഘം ആവഹിച്ചു കൊണ്ടുപോകുമ്പോൾ ലാസറിന്റെ ആത്മാവ് നിമിഷ നേരം കൊണ്ട് വിശ്രമ സ്ഥലത്തേക്ക് ദൈവത്തിന്റെ ദൂതന്മാർ സ്വീകരിച്ചു കൊണ്ടുപോകുമ്പോൾ ഒരു നിശ്ചയത്തിന്റെയും ഒരു അനിശ്ചിതത്വത്തിന്റെയും നടുവിലാണ് കൂടപ്പിറപ്പേ നീ ജീവിക്കുന്നത്. നിശ്ചയം മരണം ഉറപ്പാണ്, അനിശ്ചിതത്വം സമയമുറപ്പല്ല. ഒരിക്കൽ കൂടെ പറയട്ടെ, നിശ്ചയം മരണം ഉറപ്പാണ്, അനിശ്ചിതത്വം സമയമുറപ്പല്ല. എന്നാൽ ഇന്ന് രാത്രി എൻ്റെ അന്ത്യശ്വാസമായാൽ എൻ്റെ പറുദീസ യാത്രയിൽ എൻ്റെ ദൂതന്മാർ അകമ്പടി സേവിക്കും എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ശബ്ദമുയർത്തി വാ തുറന്ന് ഞങ്ങളുടെ നിത്യതയ്ക്കായി ഒരുങ്ങുക. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. രക്തത്താൽ ജയം, മഞ്ഞപ്പൊടി വേണ്ട, ആൾ രൂപം വേണ്ട, കുന്തിരിക്കം വേണ്ട, വെളിച്ചെണ്ണ വേണ്ട, മെഴുകുതിരി വേണ്ട, അർപ്പണം വേണ്ട, തർപ്പണം വേണ്ട, യാഗങ്ങൾ വേണ്ട, കർമ്മങ്ങൾ വേണ്ട, വഴിപാട് വേണ്ട, വെടിനേർച്ച വേണ്ട. ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് ഇന്നേക്ക് 2000 ആണ്ടുകൾക്ക് പുറകിൽ കാൽവറിയിൽ നിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി പകരം ബലിയായ
രക്ഷകനിലേക്ക് ഒന്ന് കണ്ണുയർത്തിയിട്ട് ആ രണ്ട് കൈകളും നിസ്സഹായതയോടെ ആ മുഖത്തേക്ക് നോക്കിയിട്ട്, യേശുവേ, എന്നെ ഞാൻ നിന്റെ കൈകളിൽ തരികയാണ്, ഇന്ന് രാത്രി എന്നെ കഴുകണമേ, എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഇന്ന് രാത്രി കുറിക്കണേ എന്ന് കൊതിക്കുന്ന ഒരു നിലവിളി ഒരു വ്യക്തിയിൽ നിന്ന് രാത്രി ഉയർന്നാൽ സ്വർഗം ഇന്ന് രാത്രി സജ്ജമാണ്. ദൂതന്മാർ ഇന്ന് രാത്രി ഒരുങ്ങുകയാണ്. പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി കർത്താവിൻ്റെ കരം ചലിക്കുകയാണ്. ആ രണ്ട് കരങ്ങൾ ഉയർത്തി, ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കളെ, ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഈ ഭൂമിയിൽ നമുക്ക് സന്തോഷം തരുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്, അല്ലേ? സന്തോഷമുള്ള ഒത്തിരി രംഗങ്ങളില്ലേ? ചിലർക്ക് സീരിയൽ കാണുന്നതാണ് സീരിയസ്. സുവിശേഷ പ്രസംഗം കേൾക്കുമ്പോൾ ഉറക്കം വരും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ സീരിയസ് ആയിട്ട് ഞാനൊന്ന് പറയാം. ശവസംസ്കാരത്തിൽ സ്വന്തം മാതാപിതാക്കളുടെ ഡെഡ് ബോഡി കല്ലറയ്ക്കൽ വെച്ചിട്ട് അവസാനമായി മടങ്ങിയിട്ടുള്ള അനുഭവം മനസ്സിൽ തൊട്ടിട്ടുള്ള ദൈവമക്കളൊന്ന് കരം ഉയർത്തിക്കേ. സ്തോത്രം. ആ മാതാപിതാക്കളുടെ ഡെഡ് ബോഡിയോട് അന്ത്യമായി യാത്ര പറഞ്ഞത് കണ്ണ് നനയാതാണോ, കണ്ണ് നനഞ്ഞോണ്ടാണോ? മൂത്ത മക്കൾ മുഖം മൂടട്ടെ എന്നൊക്കെ പറഞ്ഞ് ആ മുഖം അങ്ങോട്ട് മൂടുമ്പോൾ അവസാനമായി പെറ്റമ്മയുടെ, പെറ്റപ്പൻ്റെ, ജീവന് തുല്യം സ്നേഹിച്ച മാതാപിതാക്കളുടെ മുഖം മൂടിയാണ് നമ്മൾ യാത്ര പറയുന്നത്. എന്നാൽ തേജസ്സിൻ്റെ മഹത്വ ശരീരത്തിൽ, നിത്യതയുടെ തേജസ്സിൽ അന്ന് നാം മൂടിയ മുഖം തേജസ്സോടെ കാണുന്ന സമയം ഈ രാത്രി ആരാധിക്കുന്ന ദൈവമക്കളൊന്ന് ആത്മാവിൽ പറയണം, അന്ന് തലകുനിച്ച് നിൽക്കുകയില്ല കേട്ടോ. നിങ്ങൾ നിയോഗം പ്രാപിച്ച ദൈവമക്കളാണെങ്കിൽ, നിങ്ങളെ രക്ഷയിലേക്ക് നയിച്ചവരെ കാണുമ്പോൾ, ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തവരെ കാണുമ്പോൾ, ഇവർ വാങ്ങിപ്പോയവരെ കാണുമ്പോൾ, പ്രാണനതുല്യ സ്നേഹിച്ച ഭർത്താക്കന്മാരെ കാണുമ്പോൾ, അത് ഭാര്യമാരെ കാണുമ്പോൾ, മക്കളെ കാണുമ്പോൾ, ഇന്ന് രാത്രി നിത്യതയുടെ തേജസ്സിൽ ഒളിമങ്ങാത്ത മഹാപ്രഭാവത്തിൽ കോടിക്കണക്കിന് വിശുദ്ധന്മാർ ഒരുമിച്ച് കൂടുമ്പോൾ, വില്യം ടിൻഡെയിൽ അവിടെയുണ്ട്, ജോൺ വെസ്ലി അവിടെയുണ്ട്, മാർട്ടിൻ ലൂഥർ അവിടെയുണ്ട്, കെ എബ്രഹാം അവിടെയുണ്ട്, YSKL അവിടെയുണ്ട്, ദൈവത്തിന് സ്തോത്രം, ഗ്രഹാം സ്റ്റൈൽസ് അവിടെയുണ്ട്. വിശുദ്ധന്മാർ ഒന്നിച്ചു കൂടുമ്പോൾ ആ മഹാസംഗമവേദിയിൽ ഞാൻ ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, ഞാൻ കാണാൻ കൊതിച്ച മറ്റൊരുവനുണ്ട്. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് പുറകിൽ എനിക്ക് വേണ്ടി കാൽവറിയിൽ പ്രാണനൽപ്പിച്ച എൻ്റെ രക്ഷകനെ, എൻ്റെ വീണ്ടെടുപ്പുകാരനെ, എൻ്റെ രക്ഷാനായകനെ, എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ ഞാൻ നേരിൽ കാണുമ്പോൾ ഇന്ന് രാത്രി പറയട്ടെ, ഈ സ്തോത്രമല്ല, ശബ്ദം ഉയർത്തി പറയും, കൃപ, കൃപ, കൃപ. ആ കരങ്ങളത് ഉയർത്തിപ്പിടിച്ചാട്ടെ. തമ്മിൽ തമ്മിൽ കാണും ശുദ്ധന്മാർ വാനത്തിൽ, കോടാകോടി ഗണം തേജസ്സിൽ, സർവാംഗ സുന്ദരൻ ആകുമൻ പ്രിയനെ കാണാമതിൻ മധ്യേ ഏഴയും. ഇന്ന് കരമുയർത്തി സ്തോത്രം ചെയ്തേ. ചെറിയൊരു സ്തോത്രമല്ല, ശബ്ദം ഉയരട്ടെ ശക്തിയോടെ. ഇടനെഞ്ച് പൊട്ടത്തക്ക വിധത്തിൽ നിന്ന് വിളിച്ചേ, സ്തോത്രം പറഞ്ഞേ. ഇന്ന് രാത്രി ഇതിനായിട്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടതെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തിപ്പാറണം. അന്ന് ഞാൻ നേരിട്ട് കാണാൻ തുടങ്ങുകയാണ്. ഇത് ഭാവനയല്ല, ഇത് സങ്കല്പമല്ല, ഇത് ഡാക്കിനി അമ്മൂമ്മയുടെ കഥയല്ല. ഞാനിവിടെ നിൽക്കുന്നത് ശരിയാണെങ്കിൽ, ഈ ദൈവദാസന്മാർ ഇവിടെ ഇരിക്കുന്നത് ശരിയാണെങ്കിൽ, നിത്യതയുടെ തീരത്ത് വിശുദ്ധന്മാർ തമ്മിൽ തമ്മിൽ കാണുന്ന ആ രംഗം വിശ്വാസ കണ്ണുകളാൽ കാണുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ശബ്ദം ഉയർത്തി പറയണം. ഈ പ്രത്യാശയോടെ ഞങ്ങൾ യോഗം പിരിയുകയാണ്. ഞാൻ കൈവിടപ്പെടാതെ നിത്യതയിൽ കാണപ്പെടണം. എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റാണ്.